അപ്പോഴാണ് നമുക്കത് ക്ലാരിറ്റി വരുള്ളൂ. LPB ക്വാളിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ അറിയാമല്ലോ, അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ആ ലെഗിൽ ഒരു ക്വാളിഫൈഡ് ഡയറക്ടറും പിന്നെ 97,200 GPP ആണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എ എന്നുള്ള വ്യക്തി ഇവിടെയുണ്ട്. ഇദ്ദേഹത്തിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണോ സീനിയർ ഡയറക്ടർ വരണം. ഓക്കെ, സീനിയർ ഡയറക്ടർ ആകുമ്പോൾ താഴെ വരുന്ന ഒരു ഡയറക്ടർ എന്തായാലും ഉണ്ടാവും, ഈ ലെഗില് ഡയറക്ടർ ഉണ്ടാവും. ഇവിടുത്തെ വോളിയം 97,200 BVയിൽ പറയുകയാണെങ്കിൽ, PVയിലാണെങ്കിൽ 3,600 PV. അപ്പൊ ഇദ്ദേഹം സീനിയർ ഡയറക്ടർ ആകുമ്പോൾ ബാക്കിയുള്ള ലെഗിലും പേഴ്സണലി എല്ലാം കൂടെ നമുക്ക് 29,700 വരണം. അപ്പോഴാണ് എന്തായിട്ട് മാറുന്ന സീനിയർ ഡയറക്ടർ. ഇയാൾക്ക് LPV കിട്ടുന്നത്. ഇതറിയാലോ, അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലിയർ ആണ്. ശരി, ഇവിടെ ഇതിന്റെ ഇൻകം കാൽക്കുലേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് അല്ലെ? ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അല്ലെ? അതല്ല അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പോവാം. 2-3 എക്സാമ്പിൾ എടുക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് പഠിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തത്, ഇപ്പൊ ഇൻകം കാൽക്കുലേഷൻ നമ്മൾ വരുമ്പം ഈ എ എന്നുള്ള വ്യക്തി ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷനിലാണെങ്കിൽ, ഇപ്പൊ വന്നിരിക്കുന്ന നിലവിലുള്ള കാൽക്കുലേഷൻ ഇപ്പൊ വന്നിരിക്കുന്ന ഇതിലുണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടാൻ പോകുന്ന LPV എവിടുന്നായിരിക്കും? ഇവിടുന്ന് LPV ഇൻകത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? താഴെ ഡയറക്ടറിലേക്കാണ്. ഇദ്ദേഹം ഡയറക്ടറാണ്. മിനിമം വോളിയം ക്വാളിഫിക്കേഷനുള്ള വോളിയം മാത്രമേ വന്നിട്ടുള്ളൂ, 97,200 വന്നിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എക്ക് കിട്ടാവുന്ന ഇൻകം എന്ന് പറയുന്നത് LPBയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഇൻകം മാത്രമേ എടുക്കുള്ളൂ, BV മാത്രമേ എടുക്കുള്ളൂ, PGBV. ഇതാണല്ലോ PGBV. PGBV ആണ് കേട്ടോ. അവിടെ നിങ്ങൾ നോക്കുക, ചില കേസിൽ പലരും റോളപ്പിലൂടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അതായത് ആ ലെഗിലൊക്കെ 16% കംപ്ലീറ്റ് ചെയ്തു പോയ ആളുകൾ ഉണ്ടാവും, 16% എത്തിയ നേരത്തെ. അപ്പൊ പല ക്വാളിഫിക്കേഷനിലും ആളുകൾ, ഈ കമ്പനി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, റോളപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പ്യുവർ PGBV വേണമെന്നില്ല, അവിടെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ അവിടെ വന്നിരിക്കുന്ന 16% എത്തിയ വ്യക്തികളുടെ വോളിയം അവർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്വാളിഫിക്കേഷന് വേണ്ടി എടുക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സീനിയർ ഡയറക്ടർ ആവും. പക്ഷെ അപ്പോഴും അവിടെ നോക്കേണ്ടത് ഈ മുഴുവൻ വോളിയത്തിന്റെ അരിയില്ല, അവിടെ PGBV അല്ലല്ലോ ഇത്. നമ്മുടെ റോളപ്പ് BV എടുക്കില്ല. കറക്റ്റ്. അവിടെ പ്യുവർ PGBV മാത്രമേ LPBയിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ ആ ഡൗട്ട്? ഓക്കെ, അപ്പം ചോദിച്ചോളൂ, എന്ത് സംശയം ഉണ്ടോ? അപ്പൊ അവിടെ ഒരു ഡയറക്ടേഴ്സ് എപ്പോഴും ക്വാളിഫൈഡ് തന്നെ ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എവിടെ ഈ റോളപ്പ് PV എന്ന് പറയുന്ന ഇതില്ലേ, അതില് വലിയ കാര്യമില്ല എന്നല്ലേ പറയുന്നത്? റോളപ്പ് PV പ്യുവർ PGBV ഉള്ളൂ നമ്മുടെ LPBയിലേക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതേ സ്ഥാനത്ത് മറ്റ് ഡയറക്ടർ ബോണസ് മറ്റ് ബോണസിലേക്കൊക്കെ നമുക്ക് ഈ റോളപ്പിനല്ല, അതിന് കംപ്രഷൻ ആണ് അതിന് പിന്നെ വിളിക്കുക. റോളപ്പ് എന്ന് പറഞ്ഞ ടൈറ്റിലിന് വേണ്ടിയിട്ടാണ്. ഈ കംപ്രഷൻ എന്ന് പറയുന്നത് അതേ റോളപ്പ് വോളിയത്തിന് നമുക്ക് ഇൻകത്തിലേക്ക് കൺസിഡർ ചെയ്യും, ടീം ബിൽഡർ ബോണസിലേക്ക് പറ്റില്ല. പക്ഷെ LPBക്ക് വേണ്ടി മാത്രം നമ്മൾ ഇവിടെ പ്യുവർ PGBV തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് പ്യുവർ PGB എപ്പോഴും വേണം. ഇതിൽ ഈ കേസിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇൻകത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 29 എന്നുള്ളത് നമുക്കൊരു 30,000 എടുക്കാം, റൗണ്ട് ചെയ്തിട്ട് അല്ലേ. ഇയാളുടെ PGBV എന്ന് പറയുന്നത് 30,000 ആണ് എന്ന് വിചാരിക്കാം. ഇതിന്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 1,500 പോയിന്റ് കിട്ടും, LPB പോയിന്റ്. അപ്പൊ ഇങ്ങേർക്ക് കിട്ടാൻ പോകുന്ന LPB ഇൻകം എന്ന് പറയുന്നത് ഈ 1,500 ഇൻറ്റു 2.5 എന്നാണ്. 2 രൂപ 50 പൈസ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളൂ. അപ്പൊ എത്ര ഉണ്ടാവും നമുക്ക്? 1,500 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 3,750 ആണ് ഇങ്ങേരുടെ LPB ഇൻകം ഈ കേസിൽ. റോളപ്പ് കൂട്ടിയിട്ടില്ല. അല്ല, റോളപ്പ് അല്ല, പ്യുവർ PGBV ഞാൻ പറയുന്നുണ്ട്. അവിടെയാണ് ഈ കൺഫ്യൂഷൻ വരുന്ന ആൾക്കാർക്ക്. റോളപ്പിൽ നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ ഒരിക്കലും റോളപ്പ് എടുക്കില്ല. പ്യുവർ PGBV എത്രയാണോ വരുന്നത് അതാണ് നിങ്ങൾ LPBയിലേക്ക് പരിഗണിക്കുക, ഇൻകത്തിലേക്ക്.
ഇപ്പൊ അത് നമ്മളെ മിനിമം ക്വാളിഫിക്കേഷൻ. ഇത് കാര്യം മനസ്സിലല്ലേ? സീനിയർ ഡയറക്ടർ, ഈ വേ എന്നുള്ള വ്യക്തി സീനിയർ ഡയറക്ടർ ആണ്, താഴെ ബി ഉണ്ട്. ഈ ബി ഡയറക്ടർ ആയിട്ട് ആ ഗ്രൂപ്പിലെ മൊത്തം വോളിയം GBV എന്ന് പറയുന്നത് എത്രയാണ്? GBV എന്ന് പറയുന്നത് 97,200 മിനിമം ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ? ക്രൈറ്റീരിയ വന്നിരിക്കുന്നു. ഇവിടെ സൈഡ് വോളിയം, അതായത് എയുടെ PGBV എന്ന് പറയുന്നത് സീനിയർ ഡയറക്ടർ ആണ്. 30,000 ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. 29,200 മതി ക്വാളിഫിക്കേഷൻ. 30,000 നമ്മൾ എടുത്തു. ഇനി ഇംഗത്തിലേക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 30,000ന്റെ 30,000ന്റെ 5% എന്ന് പറഞ്ഞാൽ അല്ലെ, ഇവരുടെ PGBVയും ഫസ്റ്റ് ജനറേഷൻ ഒക്കെ 5% ആണ്. സീനിയർ ഡയറക്ടർ നിങ്ങൾക്കറിയാം, LPV കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? നമ്മുടെ PGBVക്ക് 5 ആണ്, സീനിയർ ഡയറക്ടറിന്റെ PGBVക്കും 5 ആണ്, എക്സിക്യൂട്ടീവിനും 5 ആണ്, SCDക്കും 5 ആണ്. ഇങ്ങനെ എല്ലാത്തിനും 5 തന്നെയാണ് എടുക്കുക. അതിന്റെ താഴേക്കുള്ള ജനറേഷനാണ് പിന്നെ 4ഉം 2ഉം 1 ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് ഇപ്പൊ പോകണ്ട. ഇപ്പൊ നമുക്കിത് കാണാം. ഇവിടെ ഈ 30,000ന്റെ 5% എന്ന് പറയുമ്പോൾ 1,500 പോയിന്റ് ആണ് LPV പോയിന്റ്. അതിന് നമുക്ക് ഒരു ആവറേജ് 2 രൂപ 50 പൈസ. അത് 2.60 ആവാം, 70 ആവാം, 80 ആവാം. അങ്ങനെ വരുമ്പോൾ LPV മാത്രം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേ ഉണ്ടാവും. ഇത് മിനിമം ക്വാളിഫിക്കേഷൻ. ഇനി ഇതേ എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കട്ടെ. ഇതിൽ ഡൗട്ട് ആരെങ്കിലും ചോദിക്കാം? മൻസൂറ ക്ലിയർ ആയോ? ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ സ്റ്റാൻലി, മെറിൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലിപ്പോ നമ്മുടെ ഇപ്പൊ എന്റെ ക്വാളിഫയർ ഡയറക്ടർ ഉണ്ടല്ലോ, സപ്പോസ് അയാള് 97,200 പകരം അയാളുടെ ടോട്ടൽ 1.5 ആണെന്ന്. അല്ല, അതിലേക്ക് ഞാൻ വരുന്നത്, അതിലേക്ക് വരാം ഞാൻ. നിങ്ങൾ അങ്ങോട്ട് ചാടല്ലേ, ഫസ്റ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മിനിമം ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും. ആ എക്സാമ്പിളിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ കാണിച്ചതിൽ മൻസൂർ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് വേറൊരു ഡയറക്ടറിലേക്കും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, അന്നേരവും എനിക്ക് ഈ 30,000ന്റെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ അല്ലെ? വേറൊരു ഡയറക്ടറിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. ഈ സമയത്ത് അവിടുത്തെ PGBV എത്രയാണോ വരുന്നത്, നമ്മുടെ PGBV അത് മാത്രമേ കിട്ടുള്ളൂ. ഡയറക്ടർ ഓൾറെഡി മിനിമം ക്വാളിഫിക്കേഷൻ ആയിരിക്കുമല്ലോ, 33,250 ആയിരിക്കുമല്ലോ. അപ്പോഴും നമ്മുടെ PGBV കിട്ടുള്ളൂ. മൻസൂറയ്ക്ക് സംശയം? മൻസൂറ പോയോ? കേൾക്കുന്നുണ്ടോ? അത് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി ഇതേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നേരത്തെ സ്റ്റാലിൻ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെ. ഇവിടെ എ എന്നുള്ള വ്യക്തി എക്സാമ്പിൾ 2 ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ബി എന്ന വ്യക്തി ഈ കേസിൽ 1,50,000 വോളിയം ഉണ്ട് എന്ന് വിചാരിച്ചോ. അതായത് 97,200 കഴിഞ്ഞു പോയിട്ട് എത്രയാണോ വരുന്നത് അവിടെയുണ്ട്. ഇദ്ദേഹം ആ സമയത്ത് ഡയറക്ടർ തന്നെയാണ്. ഈ എയുടെ ബാക്കിയുള്ള ലെഗിൽ PGBV എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30,000 ഉണ്ട്. 30,000 ഇവിടെയുണ്ട്. ഈ കേസിൽ സെയിം നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് സീനിയർ ഡയറക്ടറാണ് എ, ഇദ്ദേഹം ഡയറക്ടറുമാണ് ബി. 1,50,000 വോളിയം വന്നു. അവിടെ GBV 1,50,000 വന്നു. നോർമലി ആസ് യൂഷ്വൽ 30,000 PGBV ആർക്കുണ്ട്? എക്കുണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ 5% ഈ PGBVയുടെ എത്ര ഉണ്ടാവും? സെയിം 1,500 പോയിന്റ് അല്ലെ? ഇവിടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ -97,200, സോറി അതിന്റെ മുകളിൽ കൂടെ -27,200. അപ്പൊ എത്ര ഉണ്ടാവും? 1,50,000 -27,200 എന്ന് പറഞ്ഞാൽ 52,800 ബാക്കിയുണ്ട് അല്ലെ? ഇവിടെ BV ഇൻറ്റു 5%. അതിന്റെ 5% 97,200 കഴിഞ്ഞിട്ട് എത്ര വോളിയം അവിടെ വരുന്നോ, ഡയറക്ടർ ആണെങ്കിൽ കേട്ടോ, അതിന് കുറച്ച് ക്രൈറ്റീരിയ വേറെ ഉണ്ട്, അത് പറയാം. ആദ്യം നമുക്ക് ഡയറക്ടർ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയിലേക്ക് പോകാം. ഇദ്ദേഹം ഡയറക്ടർ ആണ്. അവിടെ 1,50,000 വോളിയം ഉണ്ട്. അവിടെ 97,200 കഴിഞ്ഞിട്ട് വരുന്ന വോളിയം ബാക്കി വരുന്നത് എത്രയാണ്? 52,800 ആണ്. അതിന്റെ 5% കൂടി LPVയിലേക്ക് വേണ്ടി നിങ്ങൾ ആ എക്ക് കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് പോയിന്റ് എത്ര കിട്ടും? 2,640 കിട്ടും. അപ്പൊ നിങ്ങളെ ടോട്ടൽ പോയിന്റ് എത്ര? ഈ 1,500 പ്ലസ് 2,640. അപ്പം അതിന് എത്ര കിട്ടും? അപ്പം ടോട്ടൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടി ഇങ്ങോട്ട് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4,140 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 10,350 മാറി നിങ്ങളുടെ ഇൻകം, LPV ഇൻകം. ക്ലിയർ? ഇത് സെക്കൻഡ് എക്സാമ്പിൾ. ഇത്രയും സിമ്പിൾ ആക്കി പറഞ്ഞാൽ പോലെ ഇനിയും സിമ്പിൾ ആക്കണം. ഞാൻ സ്ലോ ആക്കിയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞതിൽ മനസ്സിലായില്ലേ? ആ ലെഗിലെ വോളിയം എത്ര വരുന്നോ, 97,200 കഴിഞ്ഞ് എത്ര വന്നാലും അവിടെ ഡയറക്ടർ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ 97,200 കഴിഞ്ഞിട്ട് വരുന്ന വോളിയത്തിന്റെ
5% അദ്ദേഹത്തിന്റെ PG കൂടി കിട്ടിയിട്ട് LPV കിട്ടും. സോ അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ LPV ലെക്കില് നമ്മൾ മാക്സിമം ബിസിനസ് കൂട്ടണം. അത് കൂടുമ്പോഴാണ് നമ്മുടെ ഇൻകം കൂടുന്നത് അല്ലെ? അതെ. ഇനി ഇതേ കേസിൽ സീനിയർ ഡയറക്ടർ വരുമ്പോൾ പിക്ചർ മാറും. അതെ. നമ്മളിപ്പോ ഡയറക്ടർ വെച്ചിട്ട് മാത്രമാണ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. കറക്റ്റ്. അതേ സ്ഥാനത്ത് അവിടെ ഞാൻ 1.5 ലക്ഷം എന്നുള്ളത് 2 ലക്ഷം വന്ന് ഡയറക്ടർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടെ ഒരാൾ 2 ലക്ഷം വന്നിട്ട് ഡയറക്ടറിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആ സിറ്റുവേഷനിൽ കേസ് ഇത് തന്നെയാണ് വരുന്നത്. ഇത് തന്നെയാണ് വരുന്നത്. 9700 കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഞാൻ റേസ് ചെയ്യട്ടെ, ഇത് ഇതിൽ നോട്ട് ചെയ്ത് ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? മൻസൂറെ ക്ലിയർ ആയോ? രണ്ടാമത് പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നമ്മുടെ LPV 2ലും കിട്ടി, മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളതിന്റെ ഇവിടെ കിട്ടി. ഇനി ഇവിടെ നിങ്ങൾക്ക് PGBV ഇവിടെ എത്ര 50,000 വന്നാൽ അതിന്റെ 5 കിട്ടും കേട്ടോ. ഇവിടെ നമ്മൾ 30,000 എടുത്തത്, ഇവിടെ 50,000 വന്നാൽ അതിന്റെ 5 ആയിരിക്കും. PGB നിങ്ങൾക്ക് ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ 97,700 ആണ്. ഈ കേസിൽ ഇവിടെ 1 ലക്ഷം PGB ഉണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിന് 5 കിട്ടും. അത് പറയാം. അതും ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് മിനിമം 30 തന്നെ എടുത്തത്, അതുകൊണ്ടാണ് 5 കിട്ടിയത്. ഇനി നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് സീനിയർ ഡയറക്ടർ റാങ്കിലേക്ക് വരുമ്പോഴാണ്. ഞാൻ എറേസ് ചെയ്യട്ടെ, ഇത് ഡിലീറ്റ് ചെയ്യരുത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതേ കേസ് തന്നെ. എ എന്നുള്ള വ്യക്തി ഇവിടെയുണ്ട്, ബി എന്നുള്ള വ്യക്തി ഇവിടെയുണ്ട്. ഇയാളും സീനിയർ ഡയറക്ടർ ആണ്, ബിയും സീനിയർ ഡയറക്ടർ ആണ്. അപ്പം ബിയുടെ PGBV എത്രയുണ്ട്? ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ 30,000 ആണ് അല്ലെ? ഇങ്ങേരുടെ താഴെ ഒരു ഡയറക്ടർ ഉണ്ടാവുമല്ലോ, ഒരാള്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 70,000 BV എടുക്കാം. GBV ഇവിടെ ഉണ്ട്. ഇയാള് ഡയറക്ടർ ആണ്, അതായത് B1. B 30,000 സീനിയർ ഡയറക്ടർ ആണ്. ഇയാൾക്കും സീനിയർ ഡയറക്ടർ ആണ്. ബാക്കിയുള്ള ലെഗിൽ 30,000 ഉണ്ട്. ഈ കേസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ നോക്കുമ്പോൾ എന്താ ടോട്ടൽ 70 to 70 plus 30, 1 ലക്ഷം BV ടോട്ടൽ അല്ലേ? 97,200 മതി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 70,000 വേണ്ട, നിങ്ങൾ മിനിമം പോളിയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 97,200 മൈനസ് 30,000 എടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 67,200. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, കറക്റ്റ് വോളി ഇടാം. 67,200 ഇടാം. അപ്പൊ എന്തായി? 67,200 30ഉം 97,200 വന്നു. ഇവിടെ ക്വാളിഫൈഡ് ആണല്ലോ, ഇതിലേക്ക് ക്വാളിഫൈഡ് ആണല്ലോ. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ PGBVയുടെ 5%, എയുടെ 1,500, ബിയുടെ PGBVയുടെ 5%. അപ്പൊ എത്ര വന്നു? 1,500. അപ്പൊ ആക്ച്വലി ഇദ്ദേഹത്തിന്റെ പോയിന്റ് LPV പോയിന്റ് 3000 ആയിട്ട് മാറി. അതായത് സീനിയർ ഡയറക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ PGBVയുടെ അവിടെ എടുക്കും. നേരത്തെ ഡയറക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഡയറക്ടർക്ക് PGB ഉണ്ടാവില്ലല്ലോ, അദ്ദേഹത്തിന് മൊത്തം ഗ്രൂപ്പ് BV അല്ല വരുന്നത്. PGBV ഉണ്ടെങ്കിൽ ചിലപ്പം അത് മൊത്തം PGBV ആയിട്ടല്ലേ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? സീനിയർ ഡയറക്ടറിലേക്ക് വന്നപ്പം ഇദ്ദേഹത്തിന് PGBV 30,000, താഴെ ക്വാളിഫൈ ചെയ്ത ഡയറക്ടർ 67,200 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ PGB കൂടി LPVയിലേക്ക് കൺസിഡർ ചെയ്യും. അപ്പൊ എയുടെയും ബിയുടെയും PGBV കൺസിഡർ ചെയ്തിട്ട് നമുക്ക് 3,000 പോയിന്റ് കിട്ടി. ഇതിന്റെ 2.5 ആണ് നമ്മുടെ LPV ഇൻകം. അങ്ങനെ വരുമ്പം 3,000 into 2.5 എന്ന് പറഞ്ഞാൽ 7,500 ആയിട്ട് മാറി ഇൻകം, LPV മാത്രം. ഇതും ക്ലിയർ ആയല്ലോ? ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ബാക്കിയുള്ള ആൾക്കാരൊന്നും മിണ്ടുന്നില്ല, എല്ലാരും ആകെ ഇപ്പോ ഇതിനകത്ത് എനിക്ക് ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ എന്റെ തൊട്ട് താഴെയുള്ള ബി എന്നുള്ള സീനിയർ ഡയറക്ടറിന്റെ താഴെ വേറൊരു ഡയറക്ടറിലേക്ക് ഈ സെയിം ലെഗിൽ തന്നെ ഇനി മുകളിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. വോയിസ് ബ്രേക്ക് ആവുന്നത് എനിക്ക് മാത്രമാണോ അതല്ലെങ്കിൽ എല്ലാവർക്കും ബ്രേക്ക് കേൾക്കുന്നത്? സ്റ്റാലിന്റെ വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഇപ്പൊ എന്റെ വോയിസ് ക്ലിയർ ആണ്? ഇപ്പൊ ക്ലിയർ ആണ്. ഞാൻ ചോദിച്ചത്, ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ബി എന്ന് പറയുന്ന സീനിയർ ഡയറക്ടറുടെ PGBV എടുത്തു. ഈ ബിയുടെ താഴെ ഈ നമ്മുടെ B1 ഇടയ്ക്ക് വേറൊരു ഡയറക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു.
ഇല്ല അല്ല അങ്ങനെയല്ല. നമ്മുടെ ബിയുടെ താഴെ വേറൊരു കേട്ടില്ല. സീനിയർ ഡയറക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ബിയുടെയും ബി അതായത് വണ്ണിന്റെ ബിയുടെ താഴെ ബിക്കും B1-നും ഇടയ്ക്ക് വേറൊരു സീനിയർ ഡയറക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുന്നും ഈ 30,000 സ്റ്റാലിൻ ബ്രേക്ക് ആവുന്നു. എന്റേതാണോ പ്രശ്നം? ഇവിടെയാണോ? നിങ്ങൾക്ക് എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ നെറ്റ്വർക്ക് ഒരു മിനിറ്റ്. സ്റ്റാൻലിയുടെ എന്തോ ബ്രേക്ക് ആവുന്നു. സ്റ്റാൻലിക്ക് എന്തോ പറ്റി? പറഞ്ഞു. സാറേ ഞാൻ പറഞ്ഞത് ഇനി പറഞ്ഞു. നമ്മുടെ ഈ ബിക്കും B1-നും ഇടയ്ക്ക് ഇതേപോലെ തന്നെ ഒരു സീനിയർ ഡയറക്ടറും കൂടി ഉണ്ടെങ്കിൽ അതേപോലെ അയാളുടെ ഈ PGBയുടെ 5% നമുക്ക് കിട്ടും അല്ലേ? അങ്ങനെയല്ലേ? ബിക്കും B1-നും അടിക്കില്ല. ബിയുടെ ഡയറക്ടറിലേക്കാണ് ഒരു B1. വേറൊരു ലെഗിൽ വരണം. അല്ലല്ല. ഇപ്പോ ഈ അല്ലല്ല, ഒരു മിനിറ്റ്. ശാലി ചോദിച്ചത് ഞാൻ പറയാം. ഇവിടെ B1 സീനിയർ ഡയറക്ടർ ആണ്. ഇയാളുടെ PGB 30 ഉണ്ട്. ഇങ്ങേരും സീനിയർ ഡയറക്ടർ ആണ്. സപ്പോസ് ഇതിന് താഴെയാണ് അടുത്ത ഡയറക്ടർ വന്നിരിക്കുന്നത്. അവിടെ ഈ 30,000 കഴിച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവും? 37 ഉണ്ടാവും അല്ലെ? 37,200 ഉണ്ടാവും. ഈ കേസിൽ ഇത് കൂടി എടുക്കുമെന്നാണ് ചോദിക്കുന്നത് അല്ലെ? സ്റ്റാലിൻ ചോദിച്ചത് ഈ BB കൂടി LPBയിലേക്ക് എടുക്കുമെന്നല്ലേ ചോദിച്ചത്? ഇവിടെയാണ് നമ്മൾ ആ ചാർട്ട് നോക്കേണ്ടത്. നമ്മുടെ പട്ടിക ഉണ്ടല്ലോ, ആ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് സീനിയർ ഡയറക്ടർക്ക് എത്ര ജനറേഷനെ കിട്ടുള്ളൂ? ഒരു ജനറേഷനെ കിട്ടുള്ളൂ സീനിയർ ഡയറക്ടർ. ഇത് സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നു. ഇത് സെക്കൻഡ് ജനറേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ ടൈറ്റിൽ മാറ്റം വരണം. ടൈറ്റിൽ ED ആയാൽ ഇത് കൂടി എടുക്കും. അത് ക്ലിയർ ആയി സാറേ. ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ A എന്ന വ്യക്തി ED ആവണം, എന്നാൽ മാത്രമേ ഏതുള്ള വ്യക്തി ED ആയാൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയാൽ അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ ഇത് എടുക്കും. സെക്കൻഡ് ജനറേഷൻ ആണല്ലോ ഇത് വരുന്നത്. ആരതൊക്കെ മൊത്തം ബ്രേക്ക് ആവും? എനിക്ക് കേട്ടില്ല. ഇല്ല, അത് ക്ലിയർ ആയി. കണ്ടിന്യൂ ചെയ്യാം സാറേ. ഓക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കാത്തതാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്കാത്തതാണോ? എന്താ സംഭവം? കേൾക്കാം സാർ, നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. മാത്യു സാറിന്റെ വോയിസ് എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെയാണോ പ്രശ്നം? കേൾക്കാം. മാത്യു സാറിന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ഞാനൊന്നും സംസാരിക്കണില്ല. കേൾക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും. ഞാൻ ഒരു മിനിറ്റ് എന്റെ വൈഫൈ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഞാൻ വൈഫൈ ഇവിടെ കറക്റ്റ് ആണ്, എനിക്കറിയില്ല ഇനിയിപ്പം എന്താന്നുള്ളത്. ഓക്കെ, ഇത് കറക്റ്റ് ആയല്ലേ? നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ കറക്റ്റ് ആയല്ലേ? ഇവിടെ ഇദ്ദേഹത്തിന് ഈ ചാലി ചോദിച്ച മാതിരി ഈ ഇത് എടുക്കാതിരുന്നതിന്റെ ഇങ്ങനെ
അതെ സീനിയർ ഡയറക്ടർ ആയതുകൊണ്ട് സെക്കൻഡ് ജനറേഷൻ എടുക്കില്ല, ഒറ്റ ജനറേഷൻ മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് അയാളുടെ ആദ്യത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ബി ആണ്. ബിൻ്റെത് എടുക്കില്ല. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് B1 ആണ്. അപ്പൊ ഇത് സെക്കൻഡ് ജനറേഷൻ കിട്ടണമായിരുന്നെങ്കിൽ ഇങ്ങനെ ED ആവണമായിരുന്നു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവണമായിരുന്നു. ഈ കേസിൽ ഇത് മാത്രമേ എടുക്കുള്ളൂ. ക്ലിയർ? ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. സെയിം എവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്, B1 ഉണ്ട്, 30K 30K നിട്ടാ മതിയല്ലോ അല്ലെ. Yes. ഈ B1 ഡയറക്ടർ ആണ്. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഒരു 80,000 എടുക്കാം GBV. ഈ ഡയറക്ടർ ഇങ്ങനൊരു ഡയറക്ടറാണ്, ഇയാൾ SD ആണ്, ഇദ്ദേഹം SD ആണ്. ഈ കേസിൽ എങ്ങനെ എടുക്കും? ഇദ്ദേഹത്തിന്റെ PGBV ഇതാണ്, ഇതിന്ന് 5% 1500. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. 30,000 തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും 5% 1500. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കേസ് എന്ന് പറയുന്നത്, ഇവിടെ ഈ 30,000 എടുത്തല്ലോ ഓൾറെഡി. അപ്പൊ ഈ 80ഉം 30 എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും അല്ലെ. അതിൽ നിന്ന് 97,200 മൈനസ് ചെയ്യും. ഈ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഓൾറെഡി ഇതിന് 30 നമുക്ക് കിട്ടി. എന്നാൽ വീണ്ടും കമ്പനി കൺസിഡർ ചെയ്യുന്നു, ടോട്ടൽ എടുക്കുമ്പോൾ വോളിയം ബിയുടെ ഗ്രൂപ്പ് വോളിയം 1,10,000 വന്നു അല്ലെ. 30 + 80 എന്ന് പറയുമ്പോൾ 1,10 വന്നു. അപ്പം ഇത് രണ്ടും കൂടി വരുന്ന വോളിയത്തിന്റെ ഈ വന്ന വോളിയത്തിൽ നിന്ന് 97,200 മൈനസ് ആവുന്നു. ബാക്കി എത്ര കിട്ടും? 12,800 ഉണ്ടാവും. അതിൽ നിന്ന് കിട്ടും. അപ്പൊ 640. അപ്പൊ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്താൽ പ്ലസ് 3640 ഇൻറ്റു 2.5 9,100 ആണ് നിങ്ങളുടെ LPB ഇൻകം. സോറി 9,200 കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു ലെഗിലത്തെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലെഗിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കളി മാറുന്നത്, പിക്ചർ മാറുന്നത്. നിങ്ങളുടെ ഇൻകത്തിൽ മാറ്റം വരിക സെക്കൻഡ് ലെഗ് കൂടി LPBയിലേക്ക് വരുമ്പോഴാണ്. ഇത് നമ്മൾ പഠിച്ചതാണ് സീനിയർ ഡയറക്ടർ സീനിയർ ഡയറക്ടർ B1 ഡയറക്ടർ ആണ്. ഇവിടെ മിനിമം ക്വാളിഫിക്കേഷനിലെ വോളിയം അല്ല വന്നത്, അതിൽ കൂടുതൽ വന്നു. അപ്പൊ ബിയുടെ ഫസ്റ്റ് ജനറേഷനിലെ 5% ലഭിച്ചു. ഈ ടോട്ടൽ വീണ്ടും കമ്പനി എടുത്തിരിക്കുന്ന വോളിയം, ആ ടോട്ടൽ വന്ന വോളിയത്തിൽ നിന്ന് 97,200 മൈനസ് ചെയ്തിട്ട് പിന്നെ അവിടെ എത്രയുണ്ടോ അവിടെ അത് വരുന്നതിന് അതിന്റെയും കൂടി 5% കൂടി എടുക്കും. ഇനിയിപ്പോ ഇവിടെ ഈ 80 പകരം 1 ലക്ഷം വന്നാലോ? 32 ആവും. ഇപ്പോ ഇങ്ങയുടെ വോളിയം 80 പകരം ഈ ഡയറക്ടർ വന്ന വ്യക്തിയുടെ വോളിയം 1 lakh വന്നു എന്ന് വിചാരിക്കാം. ഈ കേസിൽ എന്ത് ചെയ്യും? അപ്പോ 1,30,000 ആവും GBV. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1,30,000 മൈനസ് 97,200 അല്ല, ഈ കേസില് ഈ 30,000 മാത്രമേ എടുക്കുള്ളൂ. ഇതും ഇങ്ങയുടെ PGB കിട്ടുള്ളൂ. കാരണം ബി LPBക്ക് എലിജിബിൾ ആയി. ക്ലിയർ ആയില്ലേ? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇദ്ദേഹം LPBക്ക് എലിജിബിൾ ആയാൽ
പിന്നെ നമുക്ക് ആ ടോട്ടൽ വോളിയത്തിന്റെ എടുക്കില്ല, പിന്നെ ഇദ്ദേഹത്തിനാണ് അവിടെ വരുന്നതിന് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുക ഇങ്ങയുടെ PGBV-യും ബിയുടെ PGBV-യും നമ്മുടെ PGBV-യും ആണ്. അത് മനസ്സിലായോ? മാത്യു സാറിന് മനസ്സിലായി? ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവും? ഇല്ല, മനസ്സിലായി. സോ നമ്മുടെ താഴെ ഒരു LPB-യിലേക്ക് വന്നാൽ അവർക്ക് പോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അവർക്ക് പോയിട്ട് എന്ന് പറയാൻ അവർ എലിജിബിൾ ആയി കഴിഞ്ഞു അവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? അതായത് അതെ, ഇദ്ദേഹത്തിന്റെ ഈ എക്സ്ട്രാ വരുന്ന വോളിയത്തിന്റെ, അതായത് 97,700 കഴിഞ്ഞ് വരുന്ന വോളിയത്തിന്റെ നമുക്ക് കിട്ടില്ല. ഈ ബിയുടെ PGBV-ന്റെ മാത്രമേ കിട്ടുള്ളൂ എന്ന് അർത്ഥം. പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഇദ്ദേഹം സീനിയർ ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ടൈറ്റിൽ ED ആയിട്ടുണ്ടെങ്കിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ ഇതെടുക്കും, രണ്ടാമത്തെ ജനറേഷൻ എടുക്കും. ഇവിടെ നമ്മൾ SCD ആണെങ്കിൽ ഇതിന്റെ താഴെ വന്നിരിക്കുന്ന PGBV-യുടെ 30,000 എടുക്കും. PGBV-യുടെ എപ്പോഴും PGBV-യുടെ ജനറേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക LPBക്ക്. അവിടെ LPB ക്വാളിഫയർ ഇല്ലെങ്കിലാണ് ആ ടോട്ടൽ വോളിയം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടി നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് വരുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മുടെ സെയിം ടൈറ്റിൽ ഒരാൾ വരുന്നു, അതിന് താഴെ ഒരാൾ വ്യക്തി, ആ വ്യക്തിയുടെ താഴെ അയാൾ LPB ക്വാളിഫയർ ആയിട്ടുണ്ടെങ്കിൽ, സെയിം ടൈറ്റിൽ നിൽക്കുന്ന വ്യക്തിയുടെ LPB ക്വാളിഫയർ ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെയിം ടൈറ്റിൽ വന്നാൽ SD ആണ് ഞാൻ ഉദ്ദേശിച്ചത്, സീനിയർ ഡയറക്ടർ. ED ആകുമ്പോൾ അങ്ങനെയല്ല, ED ആകുമ്പോൾ ജനറേഷൻ അനുസരിച്ച് കിട്ടും. അപ്പൊ നമ്മൾ വരുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഒറ്റ ലെഗിൽ നമ്മൾ LPB-യിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്ര മാത്രം കാര്യങ്ങളൊക്കെ ഉള്ളൂ. LPB ഒറ്റ ലെഗിലാണ്. രണ്ടാമത്തെ ലെഗ് കൂടി LPB-യിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തരാം. ഇനി A എന്നുള്ള വ്യക്തി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു മാറ്റം വരും. ഇപ്പൊ B ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. B സാധാരണഗതിയിൽ നമ്മുടെ ഹയർ ടൈറ്റിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? കമ്പനി പോളിസി പ്രകാരം പറയുന്നത് സെയിം ടൈറ്റിൽ വന്നാൽ നമ്മൾക്ക് 4 ജനറേഷൻ കിട്ടും ഇൻകം LPB. ഹയർ ടൈറ്റിലേക്ക് ഒരാൾ വന്നാൽ, നമ്മളെക്കാൾ ടോപ്പ് ടൈറ്റിലേക്ക് വന്നാൽ, ഇപ്പം ഇയാള് സീനിയർ ഡയറക്ടർ ആണ്, ഇദ്ദേഹം ED ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ LPB വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ടീമിൽ LPB ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ PGBV-ന്റെ മാത്രമേ കിട്ടുള്ളൂ, ഇവിടുത്തെ PGBV-ന്റെ കിട്ടില്ല ഹയർ ടൈറ്റിലേക്ക് വന്നാൽ. ഇത് സീനിയർ ഡയറക്ടർ ആണ്, പറയാം, ഇത് സീനിയർ ഡയറക്ടർ ആണ്. ഈ B എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ED ആണ്. ഇദ്ദേഹത്തിന്റെ PGBV 25,000K ഉണ്ട്. ഇങ്ങനെ താഴെ ഒരു ഡയറക്ടർ ഉണ്ട്, അവിടെ വന്നിട്ട് ഒരു 75,000 BV ഉണ്ട്. ഓട്ടോമാറ്റിക്കലി എയുടെ ബിയുടെ ലെഗ് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ 25,000 ഉണ്ട്, ഇയാൾ ED ആണ്, ഇവിടെ ഒരു ഡയറക്ടർ കൂടി ഉണ്ടാവുമല്ലോ, 2 ഡയറക്ടറിലേക്ക് കൂടി. ഓക്കെ, ഈ 75,000 എന്നുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. 2 ഗ്രൂപ്പ് കൂടി ആയിട്ട് വന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 37,500 വെച്ചിട്ട് 2 ഗ്രൂപ്പ് കൂടി വന്നു. യെസ്, ഇവിടെ ഒരു 37,500 വന്നു, ഇവിടെ 37,500 വന്നു. ഈ സ്ഥാനത്ത് ഇദ്ദേഹം ED ആണ്, ഇദ്ദേഹത്തിന്റെ 25. അപ്പം 70 അല്ല, അപ്പം ഇദ്ദേഹത്തിന് LPB വരില്ലല്ലോ അല്ലെ? അപ്പൊ 37,500 എന്ന് പറയുമ്പോൾ 70 + 20 80, 95 അല്ല ആവുള്ളൂ. നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാം, 50 എടുക്കാം. എന്നാ പിന്നെ കൺഫ്യൂഷൻ അല്ല. 50 ഈ 2 ലെഗ് കൂടി 50 വന്നു. അപ്പം 1 lakh BV അവിടെ വന്നു. ഇങ്ങനെ ED-യുടെ, അതായത് B1-ന്റെ BV 50 ആണ്, B2-ന്റെ BV 50 ആണ്. ഇവർ രണ്ടുപേരും ഇദ്ദേഹം ഡയറക്ടർ ആണ്, ഇയാളും ഡയറക്ടർ ആണ്. ഇയാളുടെ PGBV, ബിയുടെ PGBV 25 ആണ്. ഈ കേസിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ PGBV-ന്റെ കിട്ടും, ഇവിടെ നമുക്ക് 97,200 കഴിഞ്ഞിട്ട് വരുന്ന വോളിയത്തിൻ്റെ കിട്ടും. കാരണം B ഇയാളെക്കാൾ ടോപ്പ് ടൈറ്റിലാണ്, ED ആണ്. പക്ഷെ ഇയാൾക്ക് എന്തില്ല, LPB ഇല്ല. LPB ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? ഈ PGBV-യുടെ ഇൻകം അവിടെ കിട്ടുന്നു. ക്ലിയർ ആയില്ല? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാവോ? ഒന്നുകൂടി പറയണം. യെസ്, A സീനിയർ ഡയറക്ടർ, B എക്സിക്യൂട്ടീവ് ഡയറക്ടർ,
B1, B1 ഡയറക്ടർ ആണ് 50,000 BV, B2 ഡയറക്ടർ ആണ് 50,000 BV. അതായത് ബിയുടെ താഴെ B1 ഉം B2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. yes, ഈ ബിയുടെ PGBV 25 ആണ്. അപ്പൊ ബി EDI എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിൽ നിൽക്കുന്നു. ഒന്നുകൂടി വരയ്ക്കണം. ഇതിങ്ങനെ വെട്ടിയതുകൊണ്ട് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണോ മനസ്സിലാവാത്തത്? ഒന്നുകൂടി ഞാൻ വരയ്ക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, എ ഇവിടെയുണ്ട്, എയുടെ താഴെ ബി ഉണ്ട്, ബിയുടെ 2 ലെഗ് B1 B2, B2, ഇവിടെ 50, 50,000 BV, ഇവിടെ 50,000 BV, PGBV, ഇദ്ദേഹത്തിന്റെ PGBV 25, 25K. ഇയാളെ നോർമലി നമ്മൾ 30K. ഇയാൾ ST ആണ്, ST, ഇയാൾ ED ആണ്. ഇവർ രണ്ടുപേരും ഡയറക്ടർ ആണ്. director, yes. ഇതാണ് നമ്മുടെ പ്ലാനിങ്. ഓക്കെ, ഈ ഒരു കാൽക്കുലേഷനിൽ കമ്പനി നമ്മുടെ പോളിസി പ്രകാരം പറയുന്നത് ഹയർ ടൈറ്റിലേക്ക് വന്നാൽ നമുക്ക് അവിടുന്ന് LPV കിട്ടില്ല, നമ്മുടെ PGBന്റെ മാത്രമേ കിട്ടുള്ളൂ. അതെ. പക്ഷെ ഒരു കണ്ടീഷൻ കൂടി അവിടെ നോക്കും, ഇയാൾക്ക് LPV ഉണ്ടോന്നും കൂടി ചെക്ക് ചെയ്യും കേട്ടോ. ക്ലിയർ ആയില്ലേ? അതായത് നമ്മുടെ താഴെ നമ്മുടെ റാങ്കിനേക്കാളും മുകളിലുള്ള ഒരാൾ വന്നാൽ അയാൾ LPV ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമ്മുടെ PGBയുടെ LPV ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അല്ല, ഇയാൾ LPV ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇവിടുത്തെ വോളിയത്തിന്റെ കൂടി നമുക്ക് കൺസിഡർ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അയാൾ ഹയർ ടൈറ്റ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം എടുക്കും. അവിടുത്തെ മൊത്തം വോളിയം 1,25,000 ഉണ്ട്. ഇവിടുത്തെ മൊത്തം വോളിയം ഇയാളുടെ PGBന്റെ ആയിട്ട് മാത്രം എടുക്കില്ല, മൊത്തം വോളിയത്തിന്റെ എടുക്കുക. കാരണം ഹയർ ടൈറ്റിലേക്ക് വന്നാൽ നമുക്ക് PGBV ഒരിക്കലും കിട്ടില്ലല്ലോ. പകരം അയാൾ ക്വാളിഫൈ അല്ലാത്തത് കൊണ്ട് ഈ 1,25,000 BV എടുക്കും. അതിൽ നിന്ന് 97,200 മൈനസ് ചെയ്യും. അപ്പൊ ബാക്കി 27,800 വരെ വരുന്നുണ്ട്. ഈ മൊത്തം വോളിയം എടുക്കുമ്പോൾ 1.25 ലക്ഷം വന്നു. ഈ 1.25 ലക്ഷത്തിൽ നിന്ന് 97,200 മൈനസ് ചെയ്യും. അപ്പൊ PGB വില എടുക്കാം, കാരണം ടൈറ്റിൽ അല്ലേ, ED ക്വാളിഫൈ ചെയ്തല്ലോ. ED ആയതുകൊണ്ട് ടൈറ്റിൽ ഹയർ ടൈറ്റിൽ ആയതുകൊണ്ട് PGB എടുക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്തു, ഇദ്ദേഹം LPV അല്ലാത്തത് കൊണ്ട് മൊത്തം വോളിയം എടുത്തിട്ട് അതിൽ 97,200. നോർമലി എല്ലാം ആദ്യത്തെ ലെഗിലൊക്കെ നമുക്ക് 97,200 നമുക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് ലെഗില്, രണ്ടാമത്തെ ലെഗ് മുതലാണ് ഈ 97,200 നമുക്ക് കമ്പനി തരുന്നത് കേട്ടോ. ആദ്യത്തെ ലെഗ് ഒരു LPV ഇതുണ്ടാവില്ല. അപ്പൊ 97,200 കഴിഞ്ഞിട്ട് വരുന്ന വോളിയം ഇത് മൈനസ് ചെയ്യുന്നു. ബാക്കി നമുക്ക് കിട്ടുക 27,800 ഉണ്ടാവും. ഇതിന്റെ 5% നമുക്ക് കിട്ടും. ഇൻറ്റു 5% എന്ന് പറഞ്ഞാൽ 1,390. 1,390 ഇൻറ്റു 2.5, അതാണ് നമ്മുടെ ഇൻകം. ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 3,475 പ്ലസ് ഇത് വരുന്നത് മാത്രം. ഇവിടെ നമുക്ക് അത് വേറെയും കിട്ടും. 30,000 1,500 നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. ഇതേ കേസിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ B1ന്റെ താഴെ ഒരാൾ വന്നു, ഇങ്ങേർക്ക് 50K വന്നു, ഇയാൾ ഡയറക്ടർ ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു, ഇയാൾ സീനിയർ ഡയറക്ടർ ആയിട്ട് മാറിണ്ടാവും. ഈ വ്യക്തിക്ക് ബിക്ക് എന്ത് പറ്റി, ഈ ലെഗ് LPV ഉണ്ട് അല്ലെ ബിക്ക്. ഈ കണ്ടീഷനിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് LPV വരാൻ സാധ്യത ഒന്നുമില്ല. ഇതിൻ്റെത് മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ താഴെ വന്ന ടൈറ്റിൽ ഹയർ, നമ്മളെക്കാൾ ഹയർ ടൈറ്റിലേക്ക് അവർ പോയി, അവർ LPVയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ നമ്മൾ സീനിയർ ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ഈ PGBV നമ്മുടെ PGBന്റെ മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ? എന്നാൽ അതേ സ്ഥാനത്ത് ഇവര് LPV അല്ല, ഇവിടെ 2 ലക്ഷം വോളിയം ഉണ്ടെങ്കിൽ നിങ്ങൾ സീനിയർ ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ ഇൻകം 30,000 ഒക്കെ കടന്നു പോകും. കാരണം എന്താ സംഭവിക്കുക, ഇവിടെ 2.5 ലക്ഷം വോളിയം ഉണ്ടെങ്കിൽ ഇയാൾ ED എക്സിക്യൂട്ടീവ് ക്വാളിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ 80,000 ഈ ഗ്രൂപ്പിൽ വന്നു, 80,000 ഇവിടെയും വന്നു, അപ്പോൾ 1.60 വന്നു. ഇവർക്കൊരു PGBV ഒരു 50,000 ഉണ്ട്, അപ്പോൾ ഒരു 2.10 2 ലക്ഷം സംതിങ് വന്നു. ഈ സാഹചര്യത്തിൽ ഒരു 2.5 ലക്ഷം വോളിയം ഇയാൾ ED ആയി നിൽക്കുമ്പോൾ 2.5 ലക്ഷം ഇവിടെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ 2 ലെഗിലും 80 ആയതുകൊണ്ട് അവിടെ ഡയറക്ടറും സീനിയർ ഡയറക്ടറും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇയാൾ രണ്ടിലും LPV ക്വാളിഫൈ ചെയ്തില്ല. ഇവിടെ സീനിയർ ഡയറക്ടർ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ടോട്ടൽ വോളിയം നോക്കുമ്പോൾ കമ്പനി നോക്കുമ്പോൾ 2.5 ലക്ഷം വോളിയം ഇവിടെ വന്നു. ഈ ED ക്വാളിഫൈ ചെയ്ത വ്യക്തി LPV ഇല്ല. നിങ്ങൾ സീനിയർ ഡയറക്ടർ ആണ്, ഇയാളെക്കാൾ താഴെ ടൈറ്റിലാണ്, ഇയാൾ നിങ്ങളുടെ മോളാണ്. ഈ കേസിൽ എന്ത് ചെയ്യുന്നു, ഈ 2.5 ലക്ഷത്തിൽ കമ്പനി എന്ത് ചെയ്യും, 2,50,000 മൈനസ് 97,200. അപ്പൊ നിങ്ങൾക്ക് 1.52ന്റെ
5% കിട്ടും. അപ്പൊ 7640. അപ്പൊ ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ LPV മാത്രം 20,000 രൂപ കിട്ടി നിങ്ങൾക്ക് ഈ സീനിയർ ഡയറക്ടർക്ക്. ബാക്കി ടീം ബിൽഡർ മറ്റെല്ലാം കൂടി കൂട്ടുമ്പോൾ 30,000 രൂപ ഇങ്ങായിട്ട് മാറും ഒറ്റ ലെഗിൽ നിങ്ങളുടെ ഇങ്ങനെ വന്നാൽ. അങ്ങനെ കിട്ടിയ ആളുകളുണ്ട്, ഓക്കെ ഓക്കെ. മനസ്സിലായില്ലേ? അങ്ങനെ കിട്ടിയിട്ട് നമ്മളെ വിളിച്ചു ചോദിച്ച ആളുകളുണ്ട്. കാസർഗോഡ് ഒരു കേസിൽ ഇതേപോലെ സാറേ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എന്നേക്കാൾ ഹയർ ടൈറ്റിലാണല്ലോ അയാൾ ഇടി, പക്ഷെ എനിക്ക് ആ സീനിയർ ഡയറക്ടർക്ക് 30,000 കിട്ടി, എന്നാൽ അയാൾ ഇടിക്ക് ക്വാളിഫൈഡ് മീൻസ് അതായത് LPV ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് കുറഞ്ഞ ഇൻകാണ്. അപ്പൊ ഞാൻ ആ സ്ട്രക്ചർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എടുത്ത്, കാരണം അങ്ങേര് സീനിയർ ഡയറക്ടർ അല്ലാത്തതുകൊണ്ട് ഈ സീനിയർ ഡയറക്ടർ ഭയങ്കര ഹാപ്പിയായി. അയാൾക്ക് 35,000 രൂപ വന്നപ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ലക്ഷം പോലും ഉണ്ട്, അയാൾക്ക് പ്രതീക്ഷയില്ല ഒരിക്കലും, കാരണം മിനിമം പോലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു കമ്പനി 9700 കഴിഞ്ഞിട്ട് ബാക്കി 1.5 ലക്ഷം വോളിയത്തിന്റെ ഇയാൾക്ക് എടുത്ത് കൊടുത്തു. അപ്പൊ ഇയാളുടെ ഇൻകം 30,000 ക്രോസ് ചെയ്ത് പോയി ഒറ്റലേക്ക് തന്നെ LPV വന്നപ്പോൾ തന്നെ. ഇങ്ങനെ സംഭവിക്കും. അതൊക്കെ ഇത് നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ താഴെ ക്വാളിഫൈ ചെയ്ത വ്യക്തി നമ്മളെക്കാൾ ഹയർ ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് LPV ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് PGBV ഒന്നും കിട്ടാനില്ല, നമ്മുടെ PGBVന്റെ മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ലെഗിൽ LPV ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും, അത് വേറെ കിട്ടും, അത് വേറെ തന്നെ. ഞാൻ ഒറ്റ ലെഗിലെ കാര്യമാണ് ഇപ്പോഴും പറഞ്ഞിട്ട്, നമ്മൾ രണ്ടാമത്തെ ലെഗിലേക്ക് കടന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇതിൽ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ്. ഇനി നമ്മുടെ താഴെ ക്വാളിഫൈ ചെയ്ത വ്യക്തി നമ്മളെക്കാൾ ഹയർ ടൈറ്റിൽ വന്നു, അയാൾക്ക് LPV ഇല്ലെങ്കിൽ നമുക്ക് ആ മൊത്തം വോളിയത്തിൽ നിന്ന് 9700 കഴിഞ്ഞിട്ട് ബാക്കി കിട്ടും. ഇനി നമ്മളെ ടൈറ്റിൽ സെയിം ടൈറ്റിൽ വന്നു, ഇവിടെ നിങ്ങൾ ED ആണെങ്കിൽ ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ PGBയും കിട്ടും, ഈ വന്നിരിക്കുന്ന 50ന്റെ PGBയുടെ അതും കിട്ടും. 2 ലെഗ് നിങ്ങൾക്ക് 2 ജനറേഷനിലേക്ക് കിട്ടും ED ആകുമ്പോൾ. ഇത് നിങ്ങൾ SCD ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3 ജനറേഷൻ അതിന്റെ താഴേക്കൊക്കെ ഉണ്ടാവും. ഇയാൾക്ക് അതർ ലെഗ് ഉണ്ടാവും. ഇയാൾ താഴെ 3 ലെഗ് LPV ഉണ്ട്. ആ 3 ലെഗിലത്തെ നിങ്ങളുടെ സൈറ്റിലും അയാളുടെ ഇടയിൽ സെയിം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇയാളേക്കാൾ മുകളിലാണെങ്കിൽ ഇയാളുടെ എത്ര LPV ലെഗ് ഉണ്ടോ അവിടെയൊക്കെ ഇയാൾക്ക് LPV ലൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇയാൾ SCD ആണ്, ഇവിടെ SCD ആണ്, ഇയാൾക്ക് LPV ഒന്നേ ഉള്ളൂ ഈ വ്യക്തിക്ക്. പക്ഷെ രണ്ടാമത്തെ 3ാമത്തെ ലെഗിലൊക്കെ സീനിയർ ഡയറക്ടർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായി, ഈ സീനിയർ ഡയറക്ടർ PGBയും കിട്ടും, ഈ സീനിയർ ഡയറക്ടർ PGBയും കിട്ടും, ഇയാളുടെ താഴെ ക്വാളിഫൈ ചെയ്ത സീനിയർ ഡയറക്ടറും അതിന്റെ താഴെയും കിട്ടും. അയാൾക്ക് 1 ലെഗ് LPV മതി, കാരണം നിങ്ങളെ സംബന്ധിച്ചോളം ആ ലെഗ് മൊത്തം LPV ആയിട്ട് തന്നെ കമ്പനി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആരൊക്കെ സീനിയർ ഡയറക്ടർ എബോവ് നിൽക്കുന്നുണ്ടോ അവരുടെ PGB കൺസിഡർ ചെയ്യും. ക്ലിയർ ആയില്ല? ഒന്നുകൂടി പറയണത്. ഒരു പാട്ട് ക്ലിയർ ആയി സാറേ. അതിനിപ്പോ ഒന്നും കൂടെ ഒന്ന് ഈ റെക്കോർഡിംഗ് ഒന്നുകൂടെ ഒന്ന് കേട്ട് എഴുതി കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും. റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ? റെക്കോർഡിംഗ്. ആ ഓക്കെ 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 ഓക്കെ. മൻസൂറ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ സർ, മനസ്സിലാവുന്ന ഇതില് കുറച്ചൊരു ഇത് തോന്നുന്നുണ്ട്. ഇതില് കൺഫ്യൂഷൻ ആയോ? യെസ് സർ, ഇതില് കൺഫ്യൂഷൻ ആയി. ഞങ്ങൾ നമ്മളുടെ താഴെ നമ്മളുടെക്കാട്ടും മേലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാള്. ഇത് മൻസൂറ. മൻസൂറിന്റെ താഴെ ആരാ വരുന്നത്? ഷമീറ. സമീറ. ഓക്കെ, സമീറ ഇവിടെ ഉണ്ട്. സമീറിന്റെ താഴെ സുരേഖ. ഓക്കെ, അതിന്റെ താഴെ തസ്ലീന. ഈ സുരേഖയ്ക്ക് വേറെ ലെഗില്ലേ? അല്ല, സമീറയ്ക്ക് വേറെ ലെഗില്ലേ? ഉണ്ട്. ഇവിടെ ആരാ? അത് ആക്റ്റീവ് ആയിട്ടുള്ള ലെഗ്സ് അസീന. എക്സിക്യൂട്ടീവ് ആയില്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ അസീന വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ ഒരു കേസിൽ മൻസൂറ സീനിയർ ഡയറക്ടർ ആണെന്ന് വിചാരിക്കുക. ED ആണ് ആര്? സമീറയ്ക്ക് 25K എന്ന് പറഞ്ഞാൽ 25,000 ആണ് കേട്ടോ. സമീറ ED ആണ്. അപ്പൊ ഇവിടെ ഒരു 50,000 ഉണ്ട്. ആർക്ക്? ഈ ഡയറക്ടർക്ക്. ഈ വന്നിരിക്കുന്ന അസീന അല്ലെ? അസീന ഡയറക്ടറാണ്. 50,000 BV ഉണ്ട്, ഗ്രൂപ്പ് BV. അസീന ഡയറക്ടറായി. ഈ സമീറയുടെ PGBV എത്രയാണ്? 25K ആണ് PGBV എന്ന് പറയുന്നത്, 25,000 ആണ്. ഇത് സുലൈഖ അല്ലെ? സുലൈഖയ്ക്ക് 50,000 ഉണ്ട്, 50K ഉണ്ട്. ക്ലിയർ? ഓക്കെ. ഇപ്പൊ നമ്മൾ തൽക്കാലം തസ്നീലിനെ എടുക്കണ്ട, തസ്നീൻ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് എടുക്കുമ്പോൾ പറയാം. ഇങ്ങനെ നിൽക്കുന്നുള്ളൂ വിചാരിക്കുക, ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചോ തസ്ലീന. ഈ കേസിൽ സമീറിനെ മൻസൂറിനേക്കാൾ ഹയർ ടൈറ്റിലാണ് ആര് വന്നിരിക്കുന്നത്? സമീറ വന്നിരിക്കുന്നത് അല്ലെ? ED ആയി. അപ്പോ എന്ത് സംഭവിച്ചു?
ഇവിടെ നിങ്ങളെ കമ്പനിയുടെ പോളിസി പ്രകാരം ഹയർ ടൈറ്റിലേക്ക് വന്നാൽ നമുക്ക് LPV കിട്ടില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഒരു സംഭവം കൂടി കമ്പനി നോക്കി. നിങ്ങൾ ED ആണ് സമീറ, പക്ഷെ സമീറയ്ക്ക് LPV ഇല്ല. കാരണം ഇവിടെ 50, ഇവിടെ 50. ക്ലിയർ? ഈ രണ്ടിലും 50 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് സമീറയ്ക്ക് LPV ഉണ്ടോ? 50 വന്നാൽ ഉണ്ടാവുമോ? ഇല്ല. ഇവിടുന്ന് LPV ഇല്ല. അപ്പൊ ഇത് രണ്ടും 50 വന്നു. അപ്പം ED ആയി നിൽക്കുന്ന സമീറയ്ക്ക് LPV ഇല്ലാത്തത് കൊണ്ട് LPV ഒരു ലെഗിലും LPV ക്വാളിഫിക്കേഷൻ സമീറയ്ക്ക് വന്നില്ല. അപ്പൊ ഈ കണ്ടീഷനിൽ കമ്പനി എന്ത് ചെയ്യുന്നു? മൻസൂർ ഇവിടെ സീനിയർ ഡയറക്ടർ ആണെങ്കിലും നിങ്ങളുടെ മുകളിലേക്ക് ഇയാൾ പോയിട്ടുണ്ടെങ്കിലും ഈ മൊത്തം വോളിയത്തിന്റെ ഇത് എടുക്കും. അതിൽ നിന്ന് 97,200 കഴിഞ്ഞിട്ട് വരുന്ന വോളിയം, അതായത് 50 1 125 ഉണ്ട്. ഇവിടുന്ന് 97,200 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? 27,300 വോളിയം ഉണ്ടാവും. അതിന്റെ 5% ആണ് ആർക്ക് കിട്ടാൻ പോകുന്നത്? മൻസൂറെ കിട്ടാൻ പോകുന്ന LPV ഇൻകം എന്ന് പറയുന്നത്. അതിന്റെ 5% പോയിന്റ്, അതിന്റെ 2.5. അത് ഞാൻ ഇവിടെ കൂട്ടിയിട്ടുണ്ടോ? മൊത്തം കൂട്ടിയിട്ടുണ്ടോ? എന്നാ ശരി. അപ്പൊ നിങ്ങളുടെ PGB ഇവിടെ 30 ഉണ്ട് കേട്ടോ. ഞാൻ അത് കൂട്ടിയിട്ടില്ല. അത് കൂട്ടുകയാണെങ്കിൽ ഇവിടുന്ന് 5 എന്ന് പറഞ്ഞാൽ 1,500. ഇനി ഈ ഇവിടെ PGB എടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈറ്റിൽ ആയതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു? മൊത്തം വോളിയം എടുക്കുക. അപ്പൊ 1,20,000 വന്നു. 1,20,000 വന്നില്ല. ഇതെല്ലാം കൂടി ചേർന്നിട്ട് 1,20,000 വോളിയം ഉണ്ട്. ഗ്രൂപ്പ് BV നിങ്ങളുടെ മൈനസ് 97,200. അപ്പൊ എത്ര കിട്ടും? മൈനസ് 97,200 എന്ന് പറഞ്ഞാൽ 27,800. അതെ, 27,800 അല്ലെ? 27,800 ആണ്. ഇതിന്റെ 5% ആണ് മൻസൂർക്ക് കിട്ടുക. ഇൻറ്റു 5%. അപ്പം 1,390 പ്ലസ് 1,500. അപ്പൊ എത്ര ഉണ്ടാവും? 2,890 ഇൻറ്റു 2.5. ഇതാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. 1,500 പ്ലസ് 1,390 എന്ന് പറയുമ്പോൾ അത്ര ഉണ്ടാവും 2,890 അല്ലെ? 2,890 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 7,225. നമ്മുടെ LPV മാത്രം 7,225 ആയിട്ട് മാറും നിങ്ങളുടെ ഇൻകം. ഇതാണ് നമ്മളെ താഴെ ഹയർ ടൈറ്റിൽ ഒരാൾ വന്നു, അയാൾക്ക് LPV ഇല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ആ ടോട്ടൽ വോളിയത്തിൽ നിന്ന് 97,200 കഴിഞ്ഞു വരുന്ന വോളിയത്തിന്റെ പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആയോ? ഇനി ഇതേ എക്സാമ്പിളില് തസ്നീന കൂടെ ഇവിടെ വന്നു. തസ്നീനയ്ക്ക് 50 BV വന്നു. 10,000 GB വന്നു. 50K GBV വന്നു. അപ്പൊ തസ്നീനയും ഡയറക്ടറായി. ഈ കേസിൽ സുലേഖ എന്തായിട്ട് മാറി? സീനിയർ ഡയറക്ടറായിട്ട് മാറി. സുലേഖ സീനിയർ ഡയറക്ടറായിട്ട് മാറി. അപ്പൊ നോക്കുമ്പോ എന്ത് സംഭവിച്ചു? സമീറയ്ക്ക് LPV ഉണ്ട്. കാരണം 50 50 1. ഈ ലെഗ് സമീറയുടെ LPV ലെഗായിട്ട് മാറി, LPV ആയിട്ട് മാറി. അപ്പോ എന്ത് സംഭവിക്കും? ഇയാൾ ED ആണ്, മൻസൂറ സീനിയർ ഡയറക്ടറാണ്. ഈ കേസിൽ ഇങ്ങോട്ട് നോക്കേ വേണ്ട, ഇവിടേക്ക് നോക്കേ വേണ്ട. അവിടുന്ന് ഒന്നും കിട്ടല്ല. നിങ്ങളുടെ ഇത് മാത്രം കിട്ടും. ഇൻറ്റു 2.5. അപ്പൊ എത്ര ഉണ്ടാവും? ഇതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. 3,770. ഇപ്പൊ ക്ലിയർ ആയി? അത് നമ്മുടെ താഴെ ഒരാള് വന്നു നമ്മുടെക്കാൾ ഹയർ ടൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവര് LPV അല്ലെങ്കിൽ അവിടുത്തെ മൊത്തം വോളിയത്തിൽ നിന്ന് 97,200 കഴിഞ്ഞു വരുന്ന വോളിയത്തിന് നമുക്ക് LPV കിട്ടും. അവര് നമ്മളെ മുകളിലുള്ള ടൈറ്റില് വന്നു, അവർക്ക് LPV ഉണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഒന്നും നോക്കണ്ട. നമ്മുടെ PGBന്റെ മാത്രം നോക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ലെഗിലും ബേസ് ചെയ്തിട്ടാണോ LPV. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇതിനകത്ത്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പം എന്ത് ചെയ്യണം? നമ്മളും സെയിം ടൈറ്റിലേക്ക് വരണം. അപ്പൊ നമുക്ക് 4 ജനറേഷൻ കിട്ടും. ടൈറ്റില് കൂടുന്നതിനനുസരിച്ച് അതില് കാര്യമുണ്ട്. അത് പോയോ? ഒരു മിനിറ്റ്. അല്ല, ടൈറ്റിൽ കൂടുക മീൻസ് നമ്മളെ LPVയിലേക്ക് വരുമ്പം നമ്മുടെ ടൈറ്റിൽ മാറ്റം വരണം. നമ്മുടെ ടൈറ്റിൽ മാറ്റം വരുന്നാൽ മാത്രമാണ് അവരുടെ LPV എഴുതുമ്പോൾ നമുക്ക് കിട്ടുക. ഇതൊക്കെ ഒരു ലെഗിലാണ്. ഇനി ഇതിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ലെഗിൽ കിടന്ന് കളിക്കുന്നതിനെ കൊണ്ടാണ് ഈ പ്രശ്നം. അതായത് സ്ഥാനത്ത് രണ്ടാമത്തെ ലെഗ് LPVയിൽ വരുമ്പോൾ പിക്ചർ മാറി. അതാണ് ഇനി ഞാൻ പറയുന്നത് ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത്. ഇനി അതാണ് ഇനി അടുത്ത 2 ലെഗ് LPV വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ
ഇപ്പോൾ എ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്, സി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് സംഭവിക്കുമ്പോൾ ഇയാൾ ഡയറക്ടറാണ്, ഇയാളും ഡയറക്ടറാണ്. ഇത് രണ്ടിലും നമുക്ക് 97,200 വോളിയം, ഇവിടെയും 97,200 നിന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ED ആണ്. നിങ്ങൾക്ക് സൈഡ് വോളിയം PGBV 25K ഉണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ 2 ലെഗ് LPV വന്നല്ലോ, നിങ്ങൾ ED റാങ്കിലേക്ക് വന്നു. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ 25,000ന്റെ 5%. അപ്പൊ 25,000 ഇൻറ്റു 5% എന്ന് പറഞ്ഞാൽ 1,250. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബിയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, കാരണം 97,200 മാത്രമേ ഉള്ളൂ അവിടെ. സിയിലോ ഫുൾ വോളിയത്തിന്റെ 5% കിട്ടും. 97,200 എന്ന് പറഞ്ഞ ആ മുഴുവൻ വോളിയത്തിന്റെയും 5% കിട്ടും. ഇൻറ്റു 5%, 4,860 പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് പ്ലസ് നിങ്ങളുടെ 1,250 കൂടെ അതിനോട് ആഡ് ചെയ്ത് കൂട്ടിയാൽ 6,110 ഇൻറ്റു 2.5 15,000 ആയിട്ട് മാറി, 15,275 ആയിട്ട് മാറി. നിങ്ങളുടെ ടോട്ടൽ LPV മാത്രം പ്ലസ് ടീം ബിൽഡർ മറ്റോട് പോകുമ്പോൾ 25,000 മുകളിലേക്ക് പോകും. ഇതെന്ത് വെറും ഡയറക്ടർ മാത്രം നിന്നപ്പോ കേട്ടോ. ഡയറക്ടർ ഈ ബി എന്ന് പറയുന്ന ആള് ക്വാളിഫൈഡ് ഡയറക്ടർ അല്ലേ? ക്വാളിഫൈഡ് ഡയറക്ടർ 97,200 GBV ഉണ്ടല്ലോ, 97,200 GBV ഉണ്ടല്ലോ. ഇവിടെയും 97,200 GBV ഉണ്ടല്ലോ. ഓക്കെ, ഈ ഡിജിറ്റൽ പാൻ എടുത്ത് എഴുതുമ്പോൾ കേട്ടോ ഇങ്ങനെ ഒരു കയ്യക്ഷരമൊക്കെ വല്ലാത്തൊരു ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ അല്ലേ എഴുതിയത്? GBV ഇവിടെ ഉണ്ട്, ഇയാള് ക്വാളിഫൈഡ് ഡയറക്ടർ, ബിയും സിയും ക്വാളിഫൈഡ് ഡയറക്ടർ ആണ്. സീനിയർ ഡയറക്ടർ ആയിട്ടില്ല രണ്ടുപേരും. എന്നാൽ മൻസൂറ അല്ലെങ്കിൽ എ എന്നുള്ള വ്യക്തി ഇവിടെ ED ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ നമുക്ക് ഒന്നും കിട്ടാനില്ല, കാരണം മിനിമം വോളിയം ഒരു ലെഗിൽ നമുക്ക് എങ്ങനെയായാലും 97,200 കമ്പനി നമുക്കൊന്നും തരാനുണ്ടാവില്ല. ആദ്യത്തെ ലെഗില് 97,200 വരുമ്പോ ഇവിടുന്ന് നമുക്ക് ഫുൾ പേ കിട്ടി, നമ്മുടെ PGBV കിട്ടി. അതാണ് ഇത്. അപ്പൊ ഒരു ചോദ്യം, ഇനി ഇവിടെ 97,200 പകരം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 1.5 lakhs ഇവിടെ വന്നു വിചാരിച്ചോ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഞാൻ ആദ്യം പറഞ്ഞു, എക്സാമ്പിൾ അറിയുന്നവർ പറയാ. ഇവിടെ 1.5 lakhs വന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇയാൾ ഡയറക്ടർ തന്നെയാണ്. അല്ല, സിയുടെ BV എടുക്കില്ല, കാൽക്കുലേഷൻ എടുക്കില്ല, ബട്ട് ബിയുടെ 1.5 ലക്ഷം എടുക്കും. ഇയാൾ ED ആണ്, ഇയാൾ ഡയറക്ടർ ആണ്. ഇവിടെ 97,200 ഉണ്ട്, ഇവിടെ 97,200 പകരം 1.5 lakhs വന്നു. ഇതാണ് ചോദ്യം. സാറേ, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നമ്മള് സിയുടെ BV ആയിരിക്കും നമ്മള് കാൽക്കുലേഷൻ എടുക്കില്ല, പക്ഷെ ബിയുടെ 1.5 എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും 5%. അതെന്തുകൊണ്ടാണ് സിയുടെ എടുക്കാത്തത്? കാരണം കമ്പനി പറയുന്നത് മിനിമം 97,200 മാറ്റണം എന്നേ പറയുന്നുള്ളൂ. ഒരു ലെഗ് മാറ്റുള്ളൂ അല്ലേ? കാരണം ഇവിടെ 1.5 വന്നില്ലേ, അപ്പൊ അതിൽ നീ 97,200 മൈനസ് ആവുന്നേ ഉള്ളൂ. 1.5 lakhs 1,50,000 97,200 മൈനസ് ആവുന്നു. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 52,800. ഇതിന്റെ 5 കിട്ടും ഇൻറ്റു 5%, 2,640 പ്ലസ് ഇതിന്റെ ഫുള്ളും കിട്ടും 4,860. അല്ല സാറേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ രണ്ടിനും സെയിം ആണല്ലോ, ടോട്ടൽ വാല്യൂ വരുന്നത് സെയിം ആണല്ലോ അല്ലെ? അതായത് ഒരു ലെഗിൽ നിന്ന് എപ്പോഴും 97,200 മൈനസ് ആയിട്ട് നമുക്ക് കിട്ടും ഏതെങ്കിലും ഒരു ലെഗില്. അപ്പം അതാണ് ഈ 97. ഇവിടെ 1.5 ലക്ഷം വന്നു, 97,200 പോയിട്ട് ബാക്കിയുള്ളതിന്റെ 5 തന്നു, രണ്ടാമത്തെ ലെഗില് ഫുള്ളും തന്നു. അപ്പൊ ഇൻകം കൂടി 4,860 പ്ലസ് 2,640 നിങ്ങളുടെ കൂടി. അപ്പൊ ഈ 2,600 2.5 കൂടി എന്നോട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 2.5 എന്ന് പറഞ്ഞാൽ 6,600 കൂടി കിട്ടി, പ്ലസ് 15,275 അല്ലേ, 21,000 ആയിട്ട് മാറി നിങ്ങളുടെ ഇൻകം. 21,875 ആയിട്ട് മാറി LPV മാത്രം. മനസ്സിലായോ ഇതില്?
ശാലിൻ ഡൗട്ട് ഉണ്ടോ അത് പറഞ്ഞതിൽ? ഇല്ല മനസ്സിലായി. കണക്കാണ്, രാത്രി പലരും കിടന്ന് ഉറങ്ങും, ചിലപ്പോൾ പലരും വീഡിയോ ഓഫ് ചെയ്ത് ഉറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ഈ കണക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് നിസ്സാറുള്ള കാര്യമില്ല. LPV പണ്ടൊക്കെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ട് ഓരോരുത്തർക്കും 4 മണിക്കൂർ ക്ലാസ് ആയിരുന്നു, ഇത് എടുത്ത് ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഇല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. പൈസ ഇങ്ങോട്ട് കിട്ടുന്ന കേസാകുമ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയുള്ള ഡൗട്ടുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടും ഡയറക്ടറിലൊക്കെ ആയിട്ട് എടുത്തു. അതിൽ 92 ലെഗിൽ LPV ഉണ്ട്. അപ്പൊ ഇവിടെ 97 ഒരു ലെഗിലുള്ള നമുക്ക് കിട്ടിയില്ല, ഇതിന്റെ ഫുള്ള് കിട്ടി, പ്ലസ് നമ്മുടെ PGV കിട്ടി. അതേ സ്ഥാനത്ത് ഈ ലെഗിൽ 1.52 വന്നു, അല്ല 1.50 വന്നെങ്കിൽ 97 കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളത് കിട്ടി. ഇവിടെ 97 കിട്ടി. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവിടെ 1.50 ഇവിടെ 1.50 വന്നു, അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 2 ലെഗിൽ 1.5 ലക്ഷം കിട്ടും, രണ്ടുപേരും ഡയറക്ടറാണ്, അപ്പൊ എങ്ങനെ കിട്ടും? അന്നേരം 1.5യും 52 എടുത്ത് മൊത്തം 2,02,800 5% എടുക്കും അല്ലെ? യെസ്, ഇതിന്റെ 1.5 ഫുൾ എടുക്കും, ഇവിടുന്ന് 52,800 എടുക്കും. യെസ്, കറക്റ്റ്. അപ്പൊ നമുക്ക് ഇൻകം വീണ്ടും കൂടി. ക്ലിയർ ആയി. ഇനി ഇത് ഒറ്റ എക്സാം കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ലാസ്റ്റ് എക്സാമ്പിൾ ആണ്, കാരണം ഇതിപ്പോ നമ്മുടെ ഡയറക്ടർ പറഞ്ഞു ഇതേ കേസ് യു എടുക്കാം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. യു ഇവിടെ എ, ഇവിടെ ബി, ഇയാള് സീനിയർ ഡയറക്ടർ, ഇയാളുടെ PGBV എന്ന് പറയുന്നത് 30K, ഇയാളുടെ അണ്ടറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ടർ ഇവിടെയും 30K, ഇയാള് സീനിയർ ഡയറക്ടർ, ഇവിടെ ഡയറക്ടർ, അതായത് എയും ബിയും, എ ആണ് ബി ആണ്, ഇവിടെ A1 B1. ഇവിടെ നമുക്കൊരു 9730 കഴിച്ചാൽ എത്ര വരും? 9730 കഴിഞ്ഞാൽ 67 അല്ലേ? 67,200. ഇവിടെയും 67,200 വന്നു എന്ന് വിചാരിക്കാം. ഈ കേസിലോ ഇങ്ങനെ ED ആണ്, ഇവിടെ ഇങ്ങയുടെ PGBV 25K ഉണ്ട്. ആസ് യൂഷ്വൽ ഇവിടുത്തെ 1250 5% അല്ലേ? പ്ലസ് എന്ത് ചെയ്യുന്നു കമ്പനി? ഇവിടെ സീനിയർ ഡയറക്ടർ, നേരത്തെ നമ്മൾ ഡയറക്ടർമാരുടെ എക്സാം എടുത്തു, ഇവിടെ സീനിയർ ഡയറക്ടർ എടുത്തു. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞത് ഇതും നമ്മുടെ ഫസ്റ്റ് ആണ്, ഇതും നമ്മുടെ ഫസ്റ്റ് ആണ്. അപ്പം ഈ 30ന്റെയും ഈ 30ന്റെയും, അപ്പൊ 60,000ന്റെ 5%. അപ്പം 3000 പോയിന്റ്. ദെൻ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെയോ? ഇവിടെ മിനിമം ഗ്യാരണ്ടി. രണ്ടാമത്തേല് ഈ 67,300 വീണ്ടും എടുക്കും, ഈ 97,200 വീണ്ടും എടുക്കും. ഇവിടെ 30 എടുത്തു, വീണ്ടും കമ്പനി ഈ ലെഗിന്റെ മൊത്തം എടുക്കും, 97,200 എടുക്കും. അതിന്റെ 5% 4,860 ഓൾറെഡി തന്നു PGBVക്ക്, പക്ഷെ മൊത്തം എടുക്കും. ഇതാണ് നിങ്ങൾ LPV പോയിന്റ് ആയിട്ട് വരിക. അപ്പൊ എന്ത് സംഭവിച്ചു? 4,860 പ്ലസ് 3,000 പ്ലസ് 1,250, 9,110 ഇൻറ്റു 2.5. ഇതാണ് നിങ്ങളുടെ ഇൻകം. ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 22,775. ക്ലിയർ ആയി. രണ്ടാമത്തെ ലെഗില് ഫുള്ള് വോളിയത്തിന്റെ കിട്ടുന്നു. ഓൾറെഡി നമുക്ക് 30,000 തരും, വീണ്ടും കമ്പനി എടുക്കുന്നു 97,000. ഇത് മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് LPV ഇല്ലാത്തത് കൊണ്ടാണ്. താഴെ പേർക്ക് ആർക്കും LPV ഇല്ല. ഇനി ഇവിടെ LPV ഉണ്ടെങ്കിലോ, രണ്ടാമത്തെ ലെഗിലും LPV, ഇയാൾക്കും LPV ഉണ്ട്. ഇതിന്റെ താഴെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്ത പോലെ ഇവിടെ പുതിയൊരാൾ വന്നിരിക്കുന്നു. A1 താഴെ വന്നിട്ട് A2 വന്നു. ഇയാൾ 50,000 PV ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സീനിയർ ആയിട്ടായി. ഇവിടെ 50 ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ED ആണെങ്കിൽ ഇതിൻ്റെതും കിട്ടും, ഇതിൻ്റെതും കിട്ടും. അപ്പൊ 50, 30, 80 എടുക്കും. രണ്ടാമത്തെ ലെഗിലും അതേപോലെ വന്നു. ഇവിടെ ഒരു 50K ഒരാളുണ്ട് B2-ന്. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു? ഇവിടെ ഇയാൾ LPVയിലേക്ക് വന്നപ്പോൾ ഇയാളുടെ എന്ത് സംഭവിച്ചു? ഇയാളുടെ ക്വാളിഫൈ ചെയ്തതിന്റെ 30 എടുക്കും. ഇയാളുടെ ഇവിടെ ക്വാളിഫിക്കേഷന്റെ PGB എത്രയാണോ അത് എടുക്കും.
കൂടാതെ മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഒരു 4860 പോയിന്റ് എക്സ്ട്രാ തരും ഒരു ലെഗിൽ, അഡീഷണൽ ആയിട്ട് തരും. നമ്മുടെ താഴെ LPB ഉണ്ടെങ്കിൽ. LPB ഇല്ലെങ്കിൽ ആ മൊത്തം വോളിയത്തിന്റെ നമുക്ക് കിട്ടും രണ്ടാമത്തെ ലെഗിൽ. LPB വന്നാൽ 4860 ഗ്യാരണ്ടി ആയിട്ട് തരും. പ്ലസ് അവിടെ ക്വാളിഫൈ ചെയ്ത സീനിയർ ഡയറക്ടർ അബൂവ് നിൽക്കുന്നവരുടെ ഒക്കെ PGBയും തരും. ഒന്നിലധികം എത്ര ലെഗുകൾ നിങ്ങൾ LPBയിലേക്ക് വരുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് അവർ LPB ഉണ്ടെങ്കിൽ 4860 വെച്ചിട്ട് ഓരോ ലെഗിലും തരും ഫ്രീ ആയിട്ട്. LPB ഇല്ലെങ്കിൽ മൊത്തം വോളിയത്തിന്റെ 5 കിട്ടും. ഈ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും സ്റ്റാലി? ഇല്ല, ക്ലിയർ ആണ്. ഇത് നമ്മള് LPB ഇല്ലാതെ നമ്മൾ കൂട്ടി ആദ്യം പറഞ്ഞത്. ഇവിടെ LPB ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇതിൽ LPB ഉണ്ട്, ഇയാൾക്കും എക്കും ബിക്കും LPB വന്നാൽ അവിടെ പിന്നെ ജനറേഷൻ ആണ് എടുക്കുക. ഫസ്റ്റ് ജനറേഷൻ ഇതാണ് ED ആയതുകൊണ്ട്, ഇതാണ് സെക്കൻഡ് ജനറേഷൻ. ഇതിന് താഴെ സീനിയർ ഇയാൾക്ക് ED ആയതുകൊണ്ട് 2 ജനറേഷൻ കിട്ടുള്ളൂ. ടൈറ്റിൽ മാറുന്ന വെച്ചാൽ ജനറേഷൻ കൂടുതൽ കിട്ടും. ഇവിടെ അങ്ങനെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ഇതാണ്, സെക്കൻഡ് ജനറേഷൻ ഇതാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ PGBയും ഇവിടുത്തെ രണ്ടുപേരുടെ PGBയും തന്നു. കൂടാതെ ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരു 4860 എക്സ്ട്രാ തരും പോയിന്റ്. അപ്പൊ ടോട്ടൽ നമുക്ക് PGBയിൽ കിട്ടുന്ന പോയിന്റും ഈ 4860 കൂടി കൂട്ടിയിട്ട് വരുന്നതാണ് നമ്മുടെ LPB ആയിട്ട് കൺസിഡർ ചെയ്യുക. മൊത്തം കൺഫ്യൂഷൻ ആയോ? മൻസൂർ ഉറങ്ങിപ്പോയി തോന്നുന്നത് ലാസ്റ്റിലേക്ക് എത്തിയ സമയത്ത്. ഉറങ്ങിട്ടില്ല സാർ, ഉറക്കം പോയി. അപ്പൊ ഇപ്പൊ ഈ ആരെങ്കിലും 2 ലെഗ് LPB അടിച്ചിട്ടുണ്ടോ ഈ ഗ്രൂപ്പില്? എന്റെ താഴെ 2 ലെഗ് LPB ആയിട്ടുണ്ട് ഈ മന്ത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആ സ്ട്രക്ചർ എങ്ങനെയാ വന്നത് ഒന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് പറഞ്ഞത് ഇപ്പൊ തന്നെ LPB എത്ര ഉണ്ടാവും? എന്റെ താഴെ ഷമീറയുടെ ലെഗ് LPB ഓൾറെഡി ഉണ്ട്. അവിടെ ഒരു 1000 PV ഉള്ളത് PGBV. ആരുടെയാണ് PGB? സമീറയുടെ 1000 ആണോ? 1000 ആവുമ്പോ 27,000 അല്ലേ വന്നിട്ടുള്ളൂ. ഏതാ ടൈറ്റിൽ സമീറ? സീനിയർ ഡയറക്ടർ. ഓക്കെ. അത് പറയണമെന്നില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ലെഗും LPBയിലേക്ക് വന്നു അല്ലെ? ഇത് രണ്ടും വന്നു. ഇവിടെ ഗ്രൂപ്പിലെ ഗോൾ എത്ര ഉണ്ട്? GBV എത്ര ഉണ്ട് മൊത്തം? ഫസ്റ്റ് ലെഗില് സമീറയുടെ ലെഗില് മൊത്തം GBV ആണോ? GBV മൊത്തം വന്നിരിക്കുന്നത് 2,20,000 സംതിങ്. ഈ സമീറയ്ക്ക് LPB ഉണ്ടോ? ഇല്ല. സമീറയ്ക്ക് ഒരു ലെഗിൽ LPB ഇല്ല. നിയറസ്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പൊ ഈ 2 ലക്ഷം വരുമ്പോ സമീറയ്ക്ക് LPB ആവൂലേ? അല്ല 2 ലെഗ് ആയിട്ടാണോ വന്നത് സമീറയുടെ? അതെ, മൊത്തത്തിൽ വന്നത്. ഒരു മിനിറ്റ് സാർ. ഷമീറയുടെ മൊത്തം GBV എന്ന് പറയുമ്പോ അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ ചോദിച്ചു കാരണം വെച്ചാൽ അവിടെ 2 ലക്ഷം B വരുമ്പോ സമീറയ്ക്ക് ഓൾറെഡി LPB ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ 3-4 ലെഗ് ഒരുമിച്ചാണോ വന്നത്? മൊത്തം ലെഗ് എന്നാണ് വന്നത്, ഒരു ലെഗ് എന്നല്ല. ഷമീറയുടെ ഒരു ലെഗ് എന്നല്ല വന്നത്, ടോട്ടൽ GBV GBV ആണ് എല്ലാ ഗ്രൂപ്പും. അപ്പം ഒരു ലെഗ് ഒരു 1 ലാഖില് BV വന്നിട്ടില്ല, 1 ലാഖ് BV വന്നിട്ടില്ല. ഇല്ല, എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പം മൻസൂറെ സംബന്ധിച്ചോളം സീനിയർ ഡയറക്ടർ ആണെങ്കിൽ ഇവരുടെ PGBV എടുക്കുന്നു, മൊത്തം വോളിയത്തിൽ നിന്ന് 9700 കഴിഞ്ഞിട്ടുള്ള വോളിയത്തിലും എടുക്കുന്നു. ഇത് രണ്ടാമത്തെ ലെഗിൽ ആരാണ് ക്വാളിഫൈ ചെയ്തത്? രണ്ടാമത്തെ ലെഗിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ക്വാളിഫിക്കേഷൻ ആണ്. ഡയറക്ടർ ആയിട്ടേ ഉള്ളൂ. LPB ഉണ്ട് അവിടെ? ആ ലെഗ് മൊത്തത്തില് 97 ആയിട്ടുണ്ട്. 97,200 പാസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആണ്. അതെ. ഓക്കെ. മൻസൂറുടെ PGBV അത് വേറെയുണ്ട്. യെസ്, കുറവാണ്. അപ്പൊ അങ്ങനെ കുറവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇവിടുന്ന് ടോട്ടൽ 97,200 5 വരുന്നു.
അപ്പം 97,200 ഇൻറ്റു 5%. ഇവിടുന്ന് 4,860 പോയിന്റ് ഉണ്ട്. മൻസൂറിന്റെ PGB ഞാൻ ചോദിക്കുന്നില്ല, അത് എത്രയാണോ അതിന്റെ 5 ഉണ്ടാവും. സമീറയുടെ ലെഗ് എത്ര പറഞ്ഞു? 2 ലക്ഷമാണോ പറഞ്ഞത് ടോട്ടൽ ഗ്രൂപ്പ് BV? ടോട്ടൽ 2,20,000 സംതിങ് ഉണ്ട് ടോട്ടൽ. 2,20,000 ആണെങ്കിൽ സമീറയ്ക്ക് LPB ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലെ? ബാക്കി ലെഗിലൊന്നും LPB ഇല്ല, ടോട്ടൽ ലെഗ് എന്ന് വന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 97,200 സമീറയിൽ നിന്ന് മൈനസ് ആവുന്നു. അപ്പൊ 2,20,000 2,20,000 മൈനസ് 97,200 എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന 1,22,800 ഉണ്ടാവും. ഇതിന്റെ 5 കൂടി കിട്ടുന്നു. അപ്പം ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 6,140. അപ്പൊ ടോട്ടൽ കൂട്ടിയാൽ പ്ലസ് 4,860. അപ്പം 11,000 LPV പോയിന്റ് മൻസൂറെ കിട്ടും. പ്ലസ് നിങ്ങളുടെ PGB എത്രയാണോ ഉള്ളത് അതെനിക്ക് അറിയില്ല, അതിന്റെ കൂടി കിട്ടും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2.5 എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 27,500, ഏകദേശം 27,500 നിങ്ങൾക്ക് LPV മാത്രം ഉണ്ടാവും. പ്ലസ് ടീം ബിൽഡർ മറ്റേതെല്ലാം കൂടി കൂട്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഇൻകം ഉണ്ട്. ഒരു 40 50 അടുത്തുണ്ട്. 40 പ്ലസ് ക്രോസ് ചെയ്യും. എക്സാക്ട് അല്ല, എന്നാൽ ഏകദേശം പറയുക. അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേഷൻ ഞാൻ എക്സാമ്പിൾ എടുത്തുന്നേ ഉള്ളൂ. എക്സാക്ട് അല്ല, കറക്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ എടുത്തു. ഓക്കെ, അതായത് എപ്പോഴും നമ്മൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഓരോ ലെഗും ഇതേപോലെ LPVയിലേക്ക് വന്നാൽ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അതുകൊണ്ടാണ് ആ 4 ലെഗിൽ 1 lakh ക്രോസ് ചെയ്യുന്നത് കാണിച്ചത്. 4 ലെഗ് LPV ആകുമ്പോൾ നിങ്ങൾ 1 lakh ക്രോസ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ലെഗിൽ നിന്ന് ഒഴികെ ബാക്കി എല്ലാ ലെഗിലും അവർക്ക് താഴേക്ക് LPV ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ ലെഗിലും 4,860 എക്സ്ട്രാ പോയിന്റ് കമ്പനി തരും. ഇൻറ്റു 4, ഇങ്ങനെ 4 ലെഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 4,860 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ കമ്പനി ഗ്യാരണ്ടി ആയിട്ട് തരുന്ന പോയിന്റ് മാത്രം 19,440 ഉണ്ട് അല്ലെ? പ്ലസ് ഇവിടെയൊക്കെ വരുന്ന PGBന്റെ പോയിന്റ് കൂടി എടുത്തിട്ട് അതിന്റെ ഇൻകം കിട്ടും. അപ്പൊ അതാണ് ഓരോ ലെഗും LPVയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇൻകം ആളുകളിലേക്ക് 2 ലക്ഷം 3 ലക്ഷം ബ്രേക്ക് ചെയ്യുന്ന അവിടെയാണ്. LPV വിത്ത് മിനിമം ഗ്യാരണ്ടി. ഇനി ഇവിടെ ചിലപ്പോൾ 3 ലെഗിൽ LPV ഇവർക്ക് LPV ഉണ്ടാവും, ലാസ്റ്റ് 2 ലെഗിൽ LPV ഉണ്ടാവില്ല. അപ്പൊ ആ ടോട്ടൽ വോളിയത്തിന്റെ കിട്ടുന്നു വീണ്ടും കൂടുതലാണ്. ഇവിടെ നിന്നൊക്കെ ഗ്യാരണ്ടി പോയിന്റ് കിട്ടും. അപ്പോൾ ഈച്ച് ലെഗ് അതാണ് നമ്മൾ പറയുന്നത് 6,860 കമ്പനി മിനിമം ഗ്യാരണ്ടി ആയിട്ട് ഒന്നിലധികം ലെഗിലേക്ക് വരുമ്പോൾ തരുന്നു എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇൻകത്തിൽ വലിയൊരു ജമ്പ് ഉണ്ടാകുന്നത്. അതാണ് LPV ക്വാളിഫൈ ചെയ്യുന്ന ആളുടെ ഇൻകം പെട്ടെന്ന് ജമ്പ് ചെയ്ത് കയറുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് LPV ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ നോക്കുക മാക്സിമം. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ 4-to-1 പ്രിൻസിപ്പിൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറഞ്ഞ് 4 ലെഗിൽ ഫോക്കസ് ചെയ്യുന്നു. അതിൽ ഒരു ലെഗ് സ്ട്രെങ്തൻ ചെയ്തിട്ട് LPVയിലേക്ക് ചെയ്യാൻ നമ്മൾ അടുത്ത പണി അടുത്തേക്ക് കൊടുക്കണം. കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും അവർ താഴെ. ഇപ്പം മെറിൻ മൻസൂറിനെ ഫോക്കസ് ചെയ്ത് മൻസൂറ LPVയിലൊക്കെ ആയിട്ട് വന്ന് മൻസൂറ കയറി. ഈ മെറിന്റെ അടുത്ത ലെഗ് ഇതേപോലത്തെ ഒരു മൻസൂറിനെ ക്രിയേറ്റ് ചെയ്യുക, അവിടെ LPV ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് ലെഗ് LPVയിലേക്ക് വന്നു. ദെൻ തേർഡ് ലെഗും നമ്മൾ LPVയിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നു. പിക്ചർ മാറുന്നു ഇൻകം. കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ലീഡർ 6,70,000, അതായത് 7 ലക്ഷത്തിന്റെ ഇടയ്ക്കുള്ള ബി വന്നപ്പോൾ തന്നെ 1 lakh ക്രോസ് ചെയ്തു. അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു, സാർ എങ്ങനെ 7 ലക്ഷം? ഞാൻ പറഞ്ഞു വരും, നിങ്ങളുടെ PGB എടുക്കാൻ പറഞ്ഞു. കാൽക്കുലേഷൻ കറക്റ്റ് വന്നതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് 1 lakh എത്തണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ 3 ലെഗ് 4 ലെഗ് ഉണ്ടെങ്കിൽ LPVയിലേക്കുള്ള PGB ഉണ്ടല്ലോ, ഇവരുടെ ഗ്രൂപ്പ് ടീമിൽ നിന്ന് വരുന്നത്. ഇവിടെ ഇപ്പം LPV PGB ഉണ്ടെങ്കിൽ ആവറേജ് ഒരു 3,50,000 PGB നിങ്ങൾക്ക് LPVയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലെഗ് ബ്രേക്ക് ചെയ്ത് എന്താണ് എങ്ങനെ സർ ഒന്നുകൂടി പറയാമോ? നിങ്ങൾക്ക് 1 lakh ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാപ്സൂൾ ആണത്. നമ്മൾ ക്യാപ്സൂൾ രൂപത്തിൽ കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം നിരവധി ആൾക്കാർ പ്രാക്ടീസ് ചെയ്താണ്. പലരും എന്നെ വിളിച്ച് നിങ്ങൾ ലാസ്റ്റ് നിമിഷ ഷിബാസ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ആ ക്യാപ്സൂൾ 3.5 ലക്ഷത്തിലേക്ക് വേണ്ടി LPVക്ക് ഫോക്കസ് ചെയ്തു. അത് പറഞ്ഞപ്പോൾ അവരുടെ ഇൻകം 1.13 എത്തി. അതായത് ഇത്രയേ ഉള്ളൂ ഞാൻ കൊടുത്ത ക്യാപ്സൂൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും നിങ്ങളിപ്പോൾ LPV പഠിച്ച് ഇതിലേക്ക് ഒന്നും പോകണ്ട. അറ്റ്ലീസ്റ്റ് ആ ക്യാപ്സൂൾ നോക്കുക. ക്യാപ്സൂൾ എന്ന് പറയുന്നത് നിങ്ങൾ PD ആയിരിക്കുക മിനിമം. പ്ലാറ്റിനം ഡയറക്ടർ ക്വാളിഫിക്കേഷനിലേക്ക് വരിക. നിങ്ങൾക്ക് 3 ലെഗ് 4 ലെഗ് ഉണ്ട്. എന്നോടാ സോറി സർ. ഓക്കെ, നമ്മുടെ 3-4 ലെഗ് നമ്മൾ PD ആയി. ഇതിൽ നമ്മൾ 3 ലെഗില്
ഉദാഹരണം പറയുന്നു, ഇവിടെ ഒരു ഈ ഗ്രൂപ്പ് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു 4.5 lakhs GB ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 4.5 lakh GBV. ഇതിൽ ഇവിടെ നമുക്കൊരു ഇവിടെ നിങ്ങൾക്ക് മിനിമം ഒരു 2 lakhs എങ്കിലും LPB-യിലേക്കുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം, PGBV. അപ്പൊ എന്ത് സംഭവിക്കണം? ഇത് നിങ്ങളെ എ എന്നുള്ള ലെഗാണ്. ഈ എയില് മിനിമം ഒരു 5 or 6 സീനിയർ ഡയറക്ടർ അബോവ് വരുന്ന ലീഡറിനെ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഒരു 30,000 മിനിമം വോളിയം വരുന്ന 5 പേര് വന്നാൽ, ഒരു 6 പേര് വന്നാൽ 1.80 വന്നു. ഒരു 6 or 7 വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ സീനിയർ ഡയറക്ടർ അബോവ് വരുന്ന ടൈറ്റിലേക്ക് ഉണ്ടാവുക. ഇവിടുത്തെ GBV ഒരു 4 or 5 ലക്ഷം GBV ഗ്രൂപ്പിലെ വോളിയം. അതിൽ നിങ്ങൾക്ക് ഒരു 2 ലക്ഷമെങ്കിലും LPB-യിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണം. മനസ്സിലായില്ലേ? ഈ ലെഗിന്ന് LPB-യിലേക്കുള്ള കാൽക്കുലേഷൻ നമ്മൾ എടുക്കുന്നത് മിനിമം 2 ലക്ഷമെങ്കിലും വേണം. ഗ്രൂപ്പ് BV 4 leg. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പവർ ലെഗ് ആക്കി മാറ്റി. ദെൻ സെക്കൻഡ് ലെഗ് ബി ഇവിടെ ഉണ്ട്. ബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിങ്ങൾക്ക് ഒരു 2.5 lakhs BV ഗ്രൂപ്പ് BV. ഇവിടുന്ന് നമുക്ക് LPB-യിലേക്ക് മിനിമം നമുക്കൊരു 1 lakh എങ്കിലും കിട്ടണം. അപ്പൊ എത്രയായി? ഇവിടുന്ന് 2 കിട്ടി, ഇവിടുന്ന് 1 lakh കിട്ടി. ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ലെഗ്. ഇത് വന്ന് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഇയാൾ EDO. നിങ്ങൾ PD ആകുമ്പോൾ ഇത് SCD ആയിരിക്കാം, ഇത് ED ആയിരിക്കും, ഇത് SDO അല്ലെങ്കിൽ EDO ആവാം. ഇവിടുത്തെ ടോട്ടൽ ഗ്രൂപ്പ് BV എന്ന് പറയുന്നത് 1 ലക്ഷം നമുക്ക് എടുക്കാം, 1 lakh ആയിരിക്കും. ഇവിടെ നമുക്ക് LPB-യിലേക്കുള്ളത് ഒരു 50,000 എടുക്കാം. അപ്പൊ നമ്മുടെ 3 ലെഗ് LPB ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 3 ലെഗ് LPB ക്വാളിഫൈ ചെയ്തപ്പോ 4.5, 2.5, അപ്പം 5ഉം 7ഉം 1 8 ലക്ഷം BV ടോട്ടൽ. നിങ്ങളുടെ ഗ്രൂപ്പിലെ ടോട്ടൽ വോളിയം 8 ലക്ഷം. ആസ് യൂഷ്വൽ ഇവിടെ ഒരു 30 or 40 ഇയാളൊരു ഡയറക്ടർ, നിങ്ങൾ പ്ലാറ്റിനം ലെവലിൽ എത്തുന്നു, PD ആവുന്നു. നിങ്ങളുടെ PGB ആ സമയത്ത് ഒരു PD ആകുമ്പോൾ 300 PV മതി അല്ലേ? 8,000 10,000 നമുക്ക് എടുക്കാം, 10,000. ഇത് നമ്മൾ പ്ലാൻ ചെയ്തു. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് വന്നോ? യു വിൽ ബിക്കം മില്യനെയർ. നിങ്ങൾ 1 lakh ക്രോസ് ചെയ്തു. സിമ്പിൾ ക്യാപ്സ്യൂൾ ആണ്. എന്താണ്? നിങ്ങളുടെ ഈ ഗ്രൂപ്പ് പവർ ചെയ്തിട്ട് 4.5 lakhs GBV ഉണ്ട്. ഇവിടെ ഒരു 5 or 6 അല്ലെങ്കിൽ സീനിയർ ഡയറക്ടർ അബോവ് വരുന്ന ലീഡേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരെയും കൂടി PGB, ഇനിയിപ്പോൾ 5 or 6 വേണ്ട, 3 or 4 വന്നിട്ടും അവരുടെ LPB-യിലേക്കുള്ള PGB 2 ലക്ഷം. സെക്കൻഡ് ലെഗ് നമ്മൾ B ഇവിടെയുണ്ട്. ഇവിടുത്തെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇവരുടെ 2.5 lakhs ഗ്രൂപ്പ് BV-യിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ ഒരു 1 or 2 സീനിയർ ഡയറക്ടർ അബോവ് ലീഡർ ഉണ്ട്. അവരുടെ PGBV LPB-യിലേക്ക് എടുക്കുന്നത് 1 lakh ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. മൂന്നാമത്തെ ലെഗ് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ. അവിടെ 1 ലക്ഷം BV ഉണ്ട്. അവിടെ നമുക്ക് LPB-യിലേക്ക് ഒരു 50,000 കിട്ടി. അപ്പം 2ഉം 1ഉം 3ഉം 1ഉം 50ഉം 3.5 ലക്ഷം. ഇതാണ് നമുക്ക് LPB-യിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം 3.5 into 5% നമ്മുടെ LPB-ക്ക് എടുക്കുക എത്രയാ? 3.5 ലക്ഷത്തിന്റെ 50,000 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 17,500. വേറെ എന്താ കിട്ടാനുള്ളത്? ഇവിടുന്നും ഗ്യാരണ്ടി പോയിന്റ്, ഇവിടുന്നും ഗ്യാരണ്ടി പോയിന്റ്. അപ്പം 4,860, 4,000. ഇവിടെ 5,000 തന്നെ കിട്ടും. ഇവിടെ 4,860. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? 5,000ഉം 4,860. അപ്പൊ 9,860 നിങ്ങളുടെ PGB-ൻ്റെത്. 500 അതും കിട്ടിയേക്കാം അല്ല? അപ്പൊ ഞാൻ 10,000 ഗ്യാരണ്ടി പോയിന്റ് ആയിട്ട് നമുക്ക് അതുകൂടി ഇവിടെ ഇടാം. അപ്പൊ എത്ര വന്നു? 27,500. LPB മാത്രം ഇതിന്റെ 2.5 എടുത്താൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, എത്ര ഉണ്ടാവും? LPB മാത്രം 27,500 27,500 into 2.5. യെസ്, 68,750. ബാക്കി നിങ്ങളുടെ കാർ ഫണ്ടും ട്രാവൽ ഫണ്ടും ടീം ബിൽഡർ ബോണസും ഈ 3 ബോണസും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ആവറേജ് എടുത്തോ. 8 ലക്ഷം വോളിയല്ലേ? 8.40 8.5 ലക്ഷം ഉണ്ടാവും. 8.5 ലക്ഷം. ഈ 8 ലക്ഷത്തിന് അല്ലെങ്കിൽ 8,50,000 into 3% എടുക്കാം നമുക്ക്. മറ്റേതിലേക്ക് വേണ്ടി ട്രാവൽ ബോണസ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് കാൽക്കുലേഷൻ ആണോ? 8,50,000 into 3%. കാരണം അതിന്റെ ജനറേഷൻ 5, 6, 5, 4, 3 ആണ്. അപ്പൊ ഞാൻ 3 എടുത്തുള്ളൂ, ഏറ്റവും കുറച്ച് എടുത്തുള്ളൂ. അപ്പൊ 25,500 നിങ്ങൾക്ക് എന്തുണ്ട്? ടീം ബിൽഡർ ബോണസിലേക്കുള്ള കാൽക്കുലേഷൻ എടുത്തിട്ടുണ്ട്. ഇതിന് 80 പൈസ ടീം ബിൽഡർ, 18 പൈസ ട്രാവൽ ഫണ്ട്, 35 പൈസ കാർ ഫണ്ട്. അപ്പൊ എത്ര ഉണ്ടാവും? 25,500 എല്ലാം കൂടി കൂട്ടുമ്പോൾ 80ഉം 18ഉം 98ഉം 30ഉം 1.8 1.18 1.28 5ഉം 1.33. ₹1.33 വാല്യൂ. അപ്പൊ എന്ത് ചെയ്യാം? 25,500 into 1.33 എത്ര കിട്ടും? ഇൻറ്റു ₹1 33,915 അല്ലെ? 33,915. ഇതിനോട് കൂട്ടി നോക്കിക്കോളൂ. 33,915. അപ്പൊ എത്ര കിട്ടി?
പ്ലസ് 68,750 എന്തായി? 2,665 ക്വാളിഫൈ ചെയ്ത് 1 lakh ഫിനിഷ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഒരുപാട് ചിന്തിച്ചാലോചിച്ച് ഒന്നും ഉണ്ടാക്കണം. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ മൈൻഡ് സെറ്റ് കൊടുക്കുക. 3.5 lakhs LPV. എനിക്ക് LPVയിലേക്കുള്ള എന്റെ PGBV ഞാൻ 3 ലെഗിന്നായിട്ട് 3.5 ലക്ഷത്തിലേക്ക് എത്തിക്കുന്നു. 3 ലെഗില് ആദ്യത്തെ ലെഗിൽ ഒരു 4 ലക്ഷം 4.5 ലക്ഷം വോളിയം. ഇനി ചിലപ്പം ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി, എന്നാലും കുഴപ്പമില്ല. ഇനി ഇവിടെ 1.5 വന്നു, ഇവിടെ 1, അങ്ങനെയായാലും കുഴപ്പം. ഈ സംഭവം ഉണ്ടായാൽ മതി. നമുക്ക് ഇതുണ്ടായാൽ മതി. ടോട്ടൽ ഗ്രൂപ്പ് BV മിനിമം 8 ലക്ഷമെങ്കിലും ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. എല്ലാ ലെഗിലൂടെ കൂട്ടിയിട്ട് നിങ്ങൾ 1 lakh ക്രോസ് ചെയ്ത്. ഇതാണ് ഏറ്റവും വലിയ ക്യാപ്സൂള്. സിമ്പിൾ ക്യാപ്സൂളാണ്. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഈ സ്ട്രക്ചർ ഇത് ഫോക്കസ് ചെയ്താണ് കഴിഞ്ഞ നിമിഷ ഷിബാസ് ഒക്കെ വേറെ 1-2 കുറെ ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാസർഗോഡ്. ഇവരൊക്കെ ഇങ്ങനെ ഈ ക്യാപ്സൂളിലേക്കാണ് ഫോക്കസ് ചെയ്തത്. അവരാണ്ട് LP പഠിക്കാൻ പോയില്ല. LP പഠിക്കാൻ പോയാൽ മൊത്തം കൺഫ്യൂഷൻ പോകുകയെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ നമ്മുടെ STD മീറ്റിലും അതേപോലെ 40K മീറ്റിലും ഞാൻ കൊടുത്തൊരു ക്യാപ്സൂളായിരുന്നു ഈ സാധനം. ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ ഈ ഒരു ക്യാപ്സൂളിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്യാപ്സൂൾ രൂപത്തിൽ അങ്ങോട്ട് വിഴുങ്ങിയാൽ മതി. 3 ലക്ഷം LPV ആക്കണം, ഇത്ര PGBV LPV വേണം, ഇത്ര ടോട്ടൽ 8 ലക്ഷം PGBV വേണം. ഇത്രയേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ടാർഗറ്റ് ചെയ്യും. 2022 ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ടാർഗറ്റ് ചെയ്യും. ഇത് ഞാൻ നമ്മുടെ മില്ലിയനറിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും സ്ട്രക്ചർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന പ്രോഗ്രാമിലേക്ക്. അപ്പൊ അവിടെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഈ സംഭവം നമ്മൾ കൊടുക്കും. ക്ലിയർ ആയല്ലോ ഇതില്? ഇത് കേട്ടല്ലോ? മൻസൂർക്ക് മനസ്സിലായോ? മെറിൻ മനസ്സിലായി. ക്ലിയർ ആണ്. ഇത്രയും സിമ്പിൾ ആണ് 1 lakh അടിക്കാൻ. ഓവർ ആയിട്ട് ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ 3 ലക്കിലും 3 ആൾക്കാരെ ഫോക്കസ് ചെയ്താൽ മതി LPV ആക്കാൻ വേണ്ടിട്ട്. ഓൾറെഡി ഇപ്പൊ സമീറ 2 ലക്ഷം ക്രോസ് ചെയ്തില്ലേ? അത് അടുത്ത 2 ലക്ഷം കൂടി എത്തിക്കുക. ഒരു 4-4.5 എത്തിക്കുക സമീറയുടെ ലെഗ്. ദെൻ നെക്സ്റ്റ് ലെഗില് 2 ലക്ഷം. ഇപ്പൊ നിലവിൽ ക്വാളിഫൈ ചെയ്ത ലെഗ് ഉണ്ടല്ലോ, ജസ്റ്റ് 1 lakh എത്തിയ അത് പതുക്കെ 2.5 എത്തിക്കുക. ദെൻ മൂന്നാമത്തത് ഇപ്പം ജസ്റ്റ് ക്വാളിഫൈ ഒരു 1 ലക്ഷം BVയിലേക്ക് അത് എത്തിക്കുക. ഇത്രയും സംഭവം ഉള്ളൂ. നാലാമത്തത് ഒരു ജസ്റ്റ് ക്വാളിഫിക്കേഷൻ രീതിയിലേക്ക് അതും കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 40,000 BV ഫിനിഷ്ഡ്. അപ്പൊ 1 lakh ക്രോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ സാറേ, വളരെ സിമ്പിൾ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ നന്നായിട്ടിരുന്നു. ബാക്കി എല്ലാവരും ഉറങ്ങാൻ